Hallelujah. 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 Amen. Praise the Lord. ഫിലദൽഫിയയിലെ പിശാചിന്റെ നട്ടലൊടിഞ്ഞ ശബ്ദമാണ് കേട്ടത്. We just heard the Philadelphia devil breaking his back. ആമേൻ. Hallelujah. ഞാൻ വളരെ സന്തോഷവാനാണ്. I'm very happy. നിങ്ങൾ എത്ര പേര് സന്തോഷമുണ്ട്? How many happy people are here? നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ അല്ലേ പറയണ, മുഖത്തൊരു ചിരി വേണം. If you are happy, don't just say hallelujah, be smiling. എനിക്ക് ചിരിക്കാത്തവരെ പേടിയാണ്. I'm scared of people who don't smile. സത്യം, എനിക്ക് ചിരിക്കാത്തവരെ. Honestly, I'm scared of people. കാരണം അവർ ചിലപ്പോൾ ചിരിക്കാൻ തുടങ്ങിയ 2 ആഴ്ച തുടർച്ചയായിട്ട് ചിരിച്ചു. Because when they start laughing, they laugh continuously for 2 weeks. എനിക്ക് കരയാത്തവരെ പേടിയാണ്. I'm scared of those who don't cry. അവർ ചിലർ കരയാൻ തുടങ്ങിയ ഒരു വർഷമൊക്കെ കരഞ്ഞു. If they start crying, they'll cry for a whole year. ആവശ്യത്തിന് ചിരിക്കുകയും You should laugh for as is needed. ആവശ്യത്തിന് കരയുകയും Cry as is needed. എല്ലാം ആവശ്യത്തിന് ചെയ്യുന്നവർക്കാണ് ഞാൻ ദൈവത്തെ I thank God for those who cry and laugh as is needed. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണെന്ന് എനിക്കറിയാം. I know you are worshiping and praising God in a good atmosphere അതുകൊണ്ട് spiritually. മുഖവരങ്ങളൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നേരെ നിങ്ങളോടുള്ള മെസ്സേജിലേക്ക് കടക്കുകയാണ്. Straight away I'm coming into the message. Praise ഞാൻ the Lord. ഇവിടെ തുടക്കത്തിൽ ഇന്ന് പകൽ പറഞ്ഞു കഴിഞ്ഞു, ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി വന്നല്ല. This morning I said I have not come to share a എന്നിൽ message. നിന്ന് നിങ്ങളൊരു പ്രസംഗം പ്രതീക്ഷിക്കാൻ വേണം. Don't expect a preaching from me. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൂതുകളായിരിക്കും എന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്. Every word that God wants to speak to you will be coming from my mouth. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ദൈവം സംസാരിക്കും. God is going to speak to each one of you. ഇത് Hallelujah. ഇംഗ്ലീഷിലും കൂടെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നന്നായി മനസ്സിലാകുമെന്ന് ഞാൻ The വിചാരിക്കുന്നു. children, I hope you'll understand because it's spoken in English. കർത്താവ് നിങ്ങളോട് The സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Lord will continuously വളരെ speak to you. വ്യക്തമായി ദൈവം സംസാരിക്കും. The Lord will speak clearly. ഞാൻ പ്രസംഗിക്കുന്നതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. There are many characters when I preach. അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം നിങ്ങളായിരിക്കും. One of those characters will be you. അതുമായിട്ട് ദൈവം നിങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ്. God will compare you with that. അവരുടെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ദൈവം പറയാം. God will speak to you about their blessings. നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയാം. God said God is going to bless you like them. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്ന പ്രൈസ് ലോർഡ് കൊടുത്താട്ടെ. Turn to somebody next to you and say praise the Lord. Praise the Lord. പറഞ്ഞാട്ടെ God bless you എന്ന് പറഞ്ഞാട്ടെ. Say God bless to somebody next to you. God bless you എന്ന് പറഞ്ഞാട്ടെ. Say God bless you. God bless you. God bless you. ഒന്ന് പറഞ്ഞാട്ടെ. Say that. Say that. Say that. ആമേൻ. അടുത്ത് ഇരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യണം. സ്തോത്രം. Smile at somebody next to you. സന്തോഷമായിട്ടിരുന്നാട്ടെ. Be happy. Be cheerful. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. The Lord is in our midst. ആമേൻ. Hallelujah. ലോകത്തിൽ നമ്മൾ അറിയുന്നതിൽ വെച്ച് ബിസി ഇല്ലാത്ത ഒരാളെ ഉള്ളൂ. There is only one person in the whole world who is not busy. ജീസസ് ക്രൈസ്റ്റ്. His name is Jesus Christ. യേശുവിന് ബിസി ഇല്ല. Jesus is never busy. 2-3 പേര് എവിടെ കൂടിയാലും കൃത്യമായിട്ട് വരും. Wherever 2 or 3 people are there, he is there. ഒരിക്കലെങ്കിലും യേശു പറഞ്ഞോട് ഇന്ന് ബിസിയാണ് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. Did Jesus ever say that I am busy today? I can't come. Hallelujah. Hallelujah. ആമേൻ. എന്റെ കർത്താവ് എത്ര നല്ലവനാണ്. You know how good my Jesus is. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നില്ലേ? Aren't you happy seeing me? ആമേൻ. Amen. ആമേൻ. Amen. ചിലരെ കണ്ടാൽ നമുക്ക് കരയണമെന്ന് തോന്നും. If you see some people who start crying, അവരങ്ങനെ. but they are like that. പക്ഷെ ഞാൻ ഇങ്ങനെ. But this is the way I am. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Let the Lord bless ഞാൻ you. സബ്ജക്റ്റിലേക്ക് കടക്കാം. I'm coming to the topic. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. Today is a very blessed day. ആമേൻ. Amen. നമ്മള് സ്തോത്രം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഞാൻ പറയാൻ പോവാം. I'm going to say a verse which you all know. അവൻ He, തക്ക സമയത്ത് at the right time, നിങ്ങളെ ഉയർത്തേണ്ടതിന്, so that you may be exalted. ആമേൻ, Amen. അവന്റെ ബലമുള്ള Under his strong hands, കൈക്കീഴിൽ under his hands, താണിരിപ്പിൻ. be humble under the mighty hand of God. He may exalt you in due എന്തൊരു time. സന്തോഷം, ബൈബിൾ തുറക്കണ്ടല്ലോ. What a wonderful happiness. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുമ്പോൾ Today, when I'm going to share, വളരെ ശ്രദ്ധിക്കണം. please listen. ആ പ്രസംഗത്തിനകത്തുനിന്ന് In that message, അവൻ എന്നുള്ള വിഷയം പ്രസംഗിക്കണമെങ്കിൽ 2 ദിവസം വേണം. it takes 2 days to speak about that one word, he. ബലമുള്ള കൈ എന്നുള്ളത് പ്രസംഗിക്കണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും വേണം. If you want to talk about the hand, strong hand, 2 weeks. What a hand is our hand. അതങ്ങനെ പറഞ്ഞാൽ തീരുവോ? Do you think it will be over just like that? ആമേൻ. Amen. ആകാശത്തിന്റെ പരിമാണത്തെ ചാണുകൊണ്ട് അളക്കുന്ന കൈ. The hand that measures the sky. പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്ന കൈ. The hand which weighs mountains in the പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെ ആടിക്കുന്ന കൈ. The hand which breaks the mountains 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ അളക്കുന്ന കൈ. The hand which can take the water of the 7 oceans in his hand. ആമേൻ. Amen. ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുക്കുന്ന കൈ. The hand which takes the soil of the ground in his hand.
Praise the Lord. ആ കൈയെ കുറിച്ച് എങ്ങനെ പ്രസംഗിച്ച് തീർക്കാം? How can we stop preaching about that ആ hand? വാക്യം മുഴുവൻ പ്രസംഗമാണ്. Oh, that is full of messages. അതിനകത്തൊന്നും ഒരു ചെറിയ വിഷയം ഞാൻ പറയാൻ പോകും. I'm going to take a small message from that. പസഫിക് സമുദ്രത്തിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം കോരുന്നു. Like taking a small spoon from the Pacific Ocean. അതൊരു ഭയങ്കരമാണ്. സൂത്രം. It's so big. തക്ക സമയം. At the right time. ദൈവത്തിന്റെ സമയം. The time of God. നിങ്ങളുടെ സമയം. Your time. എന്റെ സമയം. My time. പരിശുദ്ധാത്മാവിന്റെ സമയം. The time of the Holy Ghost. വിടുതലിന്റെ സമയം. Time of deliverance. സൗഖ്യത്തിന്റെ സമയം. Time of healing. അനുഗ്രഹത്തിന്റെ സമയം. Time of blessing. അത്ഭുതത്തിന്റെ സമയം. Time of a miracle. മാറ്റത്തിന്റെ സമയം. The time of change. നന്മയുടെ സമയം. Time of goodness. അത് ദൈവത്തിന്റെ സമയം. The time of God. അത് ഇന്ന് രാത്രി. Tonight. Hallelujah. 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 ആ സമയം ഇന്ന് രാത്രിയാണ്. Tonight is that time. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സമയം ഇന്ന് രാത്രിയാണ്. Tonight is the night when you will be ദൈവം blessed. നിന്നെക്കുറിച്ച് ചില പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കുന്ന രാത്രി ഇന്ന് Tonight is രാത്രിയാണ്. the night God is going to write things about ആമേൻ you. പറഞ്ഞോട്ടെ. Say amen. ആമേൻ പറഞ്ഞോട്ടെ. Say amen. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ് അർത്ഥം. ആമേൻ. Say amen. Hallelujah. ഓ Hallelujah. ഓ Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. ചിത്രശലഭം. The butterfly. ജനിച്ചത് ചിത്രശലഭമായിട്ടല്ല. Not born as a butterfly. അതൊരു മുട്ടയായി. It was born as an egg. പിന്നെ ഒരു പുഴുവായി. Then it became a larva. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചിത്രശലഭമായത്. After all that, it became a butterfly. ഈ പുഴുവായിരുന്നപ്പം When it was a worm, ഒരാൾ അങ്ങോട്ട് തട്ടി, somebody pushed it that side. ഒരാൾ ഇങ്ങോട്ട് തട്ടി, Somebody pushed it this side. ഒരാൾ അത് ഇലയെന്ന് എടുത്തോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. Somebody took it from one leaf to another. അപ്പൊ ഈ പുഴു ചോദിച്ചു, The worm asked, ദൈവമേ, God, എന്നോട് എന്താ ഇങ്ങനെ? why are you doing like this to me? എന്തിന് എന്നോട് ഇങ്ങനെ കാണിക്കുന്നു? Why are you doing like this to me? ഇവരെല്ലാം കൂടെ എന്നെ അങ്ങോട്ട് തട്ടി, They are all pushing me one way, ഇങ്ങോട്ട് തട്ടി, pushing me this way. ഇതെന്താ? What is this? നീ ഇത് കാണുന്നില്ലേ? Aren't you seeing this? കർത്താവിന്റെ മറുപടി, The Lord's reply, ഞാനിത് കാണുന്നുണ്ട്, I am seeing it, പക്ഷെ ഇറങ്ങി വരികയല്ല. but I won't come down. നിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാലും ഞാൻ ഇറങ്ങി വരികയല്ല. Even when they push you this way or that way, I won't come down. അതെന്തുകൊണ്ടാണ്? Why, Lord? ഞാൻ നിനക്ക് വേണ്ടി ഒരു പണി ചെയ്തോണ്ടിരിക്കുക. Because I am doing a work for you. ഞാൻ ഇപ്പൊ ഇറക്കി വന്നാൽ If I come down now, അത് പൂർത്തിയാക്കാൻ that പറ്റില്ല. work will not be complete. നിന്റെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. Your job you do. ഉടനെ പുഴു ചോദിച്ചു, The worm asked, അത് എന്ത് ജോലിയാണെന്ന് പറ. what job is that? നിനക്ക് രണ്ട് ചിറക് I പണിതുകൊണ്ടിരിക്കുക. am going to give you 2 wings. ഞാൻ നിനക്ക് രണ്ട് ചിറക് I am പണിതുകൊണ്ടിരിക്കുക. going to give you 2 wings. ഞാൻ നിനക്ക് രണ്ട് ചിറക് I am പണിതുകൊണ്ടിരിക്കുക. building 2 wings for ഈ you. തട്ടുന്നവരുടെ മുമ്പിൽ നിന്നെ ഒന്ന് പറപ്പിക്കാൻ, Oh, I am going to lift you up and make you fly. നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയവരുടെ മുമ്പിൽ നിന്നെ ഒന്ന് പറപ്പിക്കാൻ രണ്ട് ചിറക് പണിയുക. Oh, to lift you up and make you fly in the midst of those who are pushing you. ദൈവത്തിന്റെ പുഴുവേ, Oh, worm of God. നിന്നെ അനുഭവിക്കുന്ന ജീവിതമേ, Oh, you life that is going through trouble. എന്റെ തമ്പുരാൻ നിനക്ക് ചിറക് പണിതുകൊണ്ടിരിക്കുക. My God is building a wing for you. സന്തോഷമുണ്ടോ? Are you happy? ദൈവത്തെ സ്തുതിച്ചാട്ടെ. Oh, lift up your hands. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Lift up your hands and say thank you, Lord. അനുഗ്രഹത്തിന്റെ ചിറക് പണിയുന്ന ദൈവം, God who brings a വിടുതലിന്റെ blessing. ചിറക് പണിയുന്ന ദൈവം, A God who builds a wing of deliverance. Hallelujah. Hallelujah. ഈ തട്ടിയ പിള്ളാര് You know, the children who are pushed, ഇതിന് ചിറക് വന്നു കഴിഞ്ഞപ്പോൾ when the wing came, പേര് മാറി, the name changed, സ്ഥലം മാറി, the place changed, സ്ഥാനം മാറി, the position changed, ആകൃതി മാറി. the shape changed. ഓ, ചിറക് വന്നാലത്തെ ഒരു ഗുണവേ. If the wing comes, what a change. ഓ, ആ ചിറക് വന്നു കഴിഞ്ഞപ്പോ ഇതങ്ങ് മാറിയില്ലേ? What a change when the wing came. ആ ചിറകയിൽ എന്തൊക്കെ നിറമാ? What all colors in that wing. പച്ചയാണോ മഞ്ഞയാണോ ചുവപ്പാണോ എല്ലാം കൂടാണോ? ഇത് എന്തോ ചിറക. What an amazing combination of color. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ, God, if God blesses you, കാണുന്നവർ ഞെട്ടിപ്പോകത്തക്കവണ്ണം, the people will be amazed. കാണുന്നവർ അത്ഭുതപ്പെടത്തക്കവണ്ണം, So that people will be amazed. അനുഗ്രഹത്തിന്റെ ചിറക് പണിയുന്ന ദൈവം, A God who builds wings of blessing. ഈ തട്ടിയ പിള്ളാര്, You know, these people who pushed you, ഇപ്പൊ ഇതിനെ പിടിക്കാൻ നടക്കുക. now they're running to catch it, പക്ഷെ കിട്ടുന്നില്ല. but not getting it. ഓ, കിട്ടുന്നില്ല. Not getting it. ദൈവം എല്ലാവരുടെയും മുമ്പിൽ നിന്നെ ഉയർത്തും. God will lift you in front of everyone. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Those who are happy, lift up your hands and praise God. ഒന്നൊച്ചത്തിൽ പറഞ്ഞാട്ടെ, Say loudly, ദൈവം എന്നെ ഉയർത്തും, God will lift me. ദൈവം എന്നെ ഉയർത്തും, God will lift me. ദൈവം എന്നെ ഉയർത്തും, God will lift me. ദൈവം എന്നെ ഉയർത്തും. God will lift me. പക്ഷേ ദൈവത്തിന്റെ സമയം, But in God's time, നീ വെയിറ്റ് ചെയ്യണം. you must wait. ആ
ചിറക് പണിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കണം. Please wait till the wings are developed. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അതാണ് ദൈവത്തിന്റെ സമയം എന്ന് That is the പറയുന്നത്. time of ഇന്ന് God. രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് Those of you are പരിശുദ്ധാത്മാവ് listening to me പറയുന്നു, tonight, the Holy Spirit says, ദൈവം ഇവിടെ ആർക്കൊക്കെ കൊണ്ട് ചിറക് പണിയുന്നു. God is building a wing for some of you here tonight. കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചില ചെയ്തുകൊണ്ടിരിക്കുക. Tonight the Lord is doing something for us. ഈ തക്ക സമയം, The right time, ദൈവത്തിന്റെ സമയം, God's time, അനുഗ്രഹത്തിന്റെ സമയം, time of ഇത് blessing. എങ്ങനെയാ വരുന്നതെന്നൊന്ന് പ്രസംഗിക്കാൻ പോവാ. I'm going to tell you how this time is going to come. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം Luke 7-ാം അധ്യായം chapter 7, അതിന് 36-ാമത്തെ വാക്യം. verse 36. ആമേൻ. ഹല്ലേലൂയ. അത്യാവശ്യമുള്ളവർ എഴുതിയെടുക്കാം. Those who need it, please write down. Luke ആമേൻ. 7:36. ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ട് ആരെങ്കിലും ഒന്ന് വായിച്ചു Somebody കേൾപ്പിച്ചാട്ട്. quickly read in any language. Amen. Luke Yes. 7:36. യെസ്. 7:36. ആദ്യം കിട്ടുന്നവർ വായിക്കും. അങ്ങനെ പോരാ, ആ ഒച്ചത്തിൽ പോരാ. ഇച്ചിരി കൂടെ ശബ്ദമുള്ളവർ വായിക്കണം, ഞങ്ങൾക്ക് കൂടെ കേൾക്കണം, മൈക്കില്ലാത്തതുകൊണ്ട് ഇച്ചിരി ഒച്ചത്തിൽ വായിക്കണം. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. Jesus is invited by a Pharisee to have food with him. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. Please listen, all of us. പരീശന്മാരിൽ ഒരുത്തൻ യേശുക്രിസ്തുവിനെ ഭക്ഷണം കഴിപ്പാൻ ക്ഷണിച്ചു. A Pharisee called Jesus to have food. അയാളുടെ പേരാണ് ശീമോൻ. His name is Simon. സിനോപ്റ്റിക് ആയിട്ട്, അതായത് സമാന്തര സുവിശേഷം പഠിക്കുമ്പോൾ വേറെ ഭാഗങ്ങളുണ്ട്. In all the synoptic gospels, this the same thing is there in other gospels ഞാൻ also. എല്ലാം എടുത്ത് വായിപ്പിക്കാൻ സമയം I'm എടുക്കുന്നില്ല. not going to read all that. എന്നാൽ അങ്ങരുടെ പേരാണ് ശീമോൻ. His name is Simon. പുള്ളിയുടെ വീട്ടുപേരാണ് പൂമേട. His house name is Garden. നമുക്കിന്ന് രാത്രി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പൂമേടയിൽ ശീമോൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാം. I would like to call him Pumedale Shimon. പൂമേടയിലെ ശീമോൻ യേശുവിനെ വിരുന്നിന് വിളിച്ചു. Jesus was invited by the Simon of Pumeda. അത് സാധാരണ വിളിയൊന്നുമല്ല. It is not an ordinary ഒരു invitation. പഞ്ചായത്ത് മെമ്പറെ പോലും വിളിച്ച് ചോറ് കൊടുക്കാൻ ഗതിയില്ലാത്ത നമ്മൾക്ക് ഇതൊക്കെ കേട്ടാൽ തന്നെ അത്ഭുതമാണ്. Hallelujah. We will be surprised because we don't have that opportunity. യേശുവിനെ വിളിച്ച് ചോറ് കൊടുക്കണമെങ്കിൽ അവൻ സാധാരണക്കാരനൊന്നുമല്ല. If he has to invite Jesus and give him food, he's not an ordinary man. നമ്മുടെ കേരളത്തിൽ യേശുവിനെ വിളിച്ച് ചോറ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. There are many people who പൂമേടയിലെ ശീമോന്മാരുടെ ബഹളം. There are many Simons in Kerala who give ഇഷ്ടം food to പോലെ Jesus. പൂമേടയിലെ ശീമോന്മാരുണ്ട്. There are many Pumeda അവർക്ക് രണ്ട് മൂന്ന് Simons. ഉദ്ദേശമാണ്. They have 2-3 യേശുവിനെ purposes. വിളിച്ചെന്ന് എല്ലാവരും അറിയണം. Everybody should know Jesus has ഞാൻ come. പൂമേടയിലെ ശീമോനാന്ന് എല്ലാവരും അറിയണം. Everybody should know that I am Simon എന്റെ of, പൂമേട എല്ലാവരും ഒന്ന് കാണണം. and everybody must see my house. അത്രയൊക്കെ ഉള്ളൂ. That is all. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് അറിയണം. Tonight everybody should know. ഭയങ്കര വിരുന്നാണ്. There's a big feast. സകല ഡിഷും ഉണ്ട് അവിടെ. Oh, all the dishes are there. യേശുവിന് വിരുന്ന് കൊടുത്താൽ സാധാരണ വിരുന്ന് കൊടുക്കുകയല്ല. Oh, when you give Jesus a food, not an ordinary food. ഭയങ്കര വിരുന്നടക്കുകയാണ്. It's a big food. സകല ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്. All the relatives are there. കംപ്ലീറ്റ് ക്യാമറമാൻമാർ The വന്നു. whole camera crew is there. മീഡിയാസ് മുഴുവൻ The വന്നിട്ടുണ്ട്. media is here. ശീമോന്റെ പൂമേട മുഴുവൻ ആളാണ്. Oh, the Simon's house is full of people. എല്ലാരും വിളിച്ചു പറഞ്ഞു. He called everybody. അറിഞ്ഞോ? Did you know? യേശു വന്നിട്ടുണ്ട്. Jesus is എന്റെ here വീട്ടിൽ. in my house. വിളിക്കുന്ന ആരാന്ന് You മനസ്സിലായോ? know who is calling? ഞാനാ ശീമോൻ പൂമേട. I Simon, I'm calling. സകല പേരെ വിളിച്ചിട്ടുണ്ട്. Oh, calling everybody. പക്ഷെ ആ കൂട്ടത്തിൽ But in the midst of ആരും that, വിളിക്കാത്ത ഒരാൾ വന്നു. a lady who nobody called came. ആമേൻ. Amen. അവളുടെ പേരാണ് മഗ്ദലന മറിയ. Her name is Mary of Magdalene. ആമേൻ. Amen. അവിടെ ഒരു സ്ത്രീ വന്നു. There a lady came. അവളുടെ പേര് മഗ്ദലന മറിയ. Her name is Mary of Magdalene. ഫ്ലെക്സ് കണ്ടതല്ല. She didn't see the flex. ഇമെയിൽ കണ്ടതല്ല. She didn't see the email. മൊബൈൽ She കണ്ടതല്ല. didn't see the text message. അവളുടെ അകത്തു നിന്നൊരു പ്രേരണ ഉണ്ടായിട്ട് She വന്നു. had an inner call. ഇന്ന് രാത്രി അകത്തുനിന്ന് പ്രേരണ ഉണ്ടായിട്ട് വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for all of you Oh, who came tonight listening to the inner call. അകത്തുനിന്ന് പ്രേരണ ഉണ്ടായാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. If there is an inner call, there will be a work of God in that heart. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു, The Holy Spirit is telling some people, നീ വന്നതല്ല, you did not നീ come. വന്നതല്ല, You did not come. ദൈവം നിന്നെ കൊണ്ടുവന്നതാ. God has brought you here. ദൈവം നിന്നെ കൊണ്ടുവന്നതാ. God has brought you here. ഓ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ എല്ലാം വായിപ്പിക്കുന്നില്ല. I'm not going to make you read all that. നിങ്ങൾ ആ പോർഷൻ പിന്നെ വായിച്ചോളാം, ഞാൻ പറഞ്ഞു പോക്കോളാം. Oh, I'm going to tell you later. അവള് വെറുകയോടല്ല She വന്നിരിക്കുന്നത്. did not come empty-handed. അവളൊരു വെങ്കൽ ഭരണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. She came with a jar. അല്ല, ആ ഭാഗം അങ്ങനെ തന്നെ പറഞ്ഞാൽ എനിക്ക് ബാക്കി പറയാൻ പറ്റും. Alabaster. വെങ്കൽ ഭരണി. Bengal English on the over. ആമേൻ. സ്തോത്രം. Alabaster jar. വൈറ്റ് മാർബിൾ. Oh, white marble. Okay. ആമേൻ. അവളൊരു വെങ്കൽ ഭരണിയുമായിട്ടാണ് She വന്നിരിക്കുന്നത്. brought a jar which is made of white marble. ഇന്ന് പലരും വരുന്നത് കരിങ്കൽ ഭരണി കൊണ്ടാണ്. Many people today come with stone jars. നിന്റെ ഹൃദയം കരിങ്കൽ ഭരണിയാക്കിയല്ല വരേണ്ടത്. You should not come to യേശുവിന് ഒരു വെങ്കൽ ഭരണിയുമായിട്ട് വരണം. We must come to the presence of God with a white marble heart. ആമേൻ. Amen. ആമേൻ. Amen. അവൾ വന്നിരിക്കുന്നത് യേശുവിന്റെ പാദത്തിലാണ്. She has come to the foot of Jesus. വലിയ വിരുന്നാണ്. It's a big feast. വലിയ വിരുന്നാണ്. It's a big feast. ഒത്തിരി VIP കൾ Lot of
VIPs are there. പക്ഷെ ഇവൾ ഒന്നും നോക്കിയില്ല. She doesn't look at them. വന്ന പാടെ As soon as she came, നേരെ യേശുവിന്റെ അടുക്കലേക്ക് straight പോയി. away she went to Jesus. ഇന്ന് രാത്രി നീ വന്ന പാടെ Tonight, as soon as you യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല്. come to Jesus. യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല്. Come to Jesus. അവിടെ ആരുണ്ടെന്ന് അറിയണ്ട. You know who is there. എനിക്ക് കെ അബ്രാമിനെ അറിയണ്ട. I don't know K. Abraham. എനിക്ക് ഷിജു പാസ്റ്റർ അറിയണ്ട. I don't know anybody. എനിക്ക് ആരെയും അറിയണ്ട. I don't want to ഞാൻ know. വന്നത് യേശുവിനെ But കാണാനാണ്. I want to see ഞാൻ വന്നത് Jesus. യേശുവിനെ കാണാനാണ്. I want to see ഞാൻ Jesus. യേശുവിനെ കാണാനാണ് I വന്നത്. have come to see Jesus. നീ എന്തിനാണ് വന്നത്? Why did you come? നീ എന്തിനാണ് വന്നത്? Why did you come? ഒരു അത്ഭുതം കാണാനോ? To see a miracle? ഒരു പ്രസംഗത്തിന് To മാർഗിടാനോ? come to a preacher? അതോ യേശുവിനെ കാണാനോ? Or to see Jesus? യേശുവിനെ കാണാൻ വന്നവർക്കായി If you have come for Jesus, ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. I praise God. Hallelujah. ഓ, ശബനസ്. Hallelujah. Thank you, Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവൾ വെങ്കൽ പറഞ്ഞ് പൊട്ടിച്ചു. Oh, he opened that marble. ആമേൻ. Amen. അത് അവളുടെ സമ്പാദ്യമാണ്. That was her treasure. യേശുവിന്റെ കൂട്ടത്തിലുള്ള ദ്രവ്യാഗ്രഹിയായ യൂദ, Judas, who was a lover of money among the disciples, അങ്ങേര് തന്നെ ഈ തൈലത്തിന് 300 വെള്ളിക്കാശ് വിലയിട്ടു. he himself priced that as 300 silver coin. അത് അങ്ങേരുടെ കമ്മീഷൻ പോകുള്ള വിലയാണ്. That is including his commission. അങ്ങനാണെങ്കിൽ അതിന് എന്നാ വില വരുമെന്നൊന്ന് വിചാരിച്ചു. So really imagine what the price of that would be. പുള്ളി എങ്ങനെ 100% കമ്മീഷൻ അടിക്കുന്ന ആളാണ്. 600 വെള്ളിക്കാശെങ്കിലും വില കാണും. Somehow he would have taken commission 600. എന്തായാലും കൊള്ളാം, 300 വെള്ളിക്കാശ് പുള്ളി ഇട്ടെങ്കിൽ Anyway, he has priced it for 300. അന്നത്തെ കാലത്ത് ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശാ. In those days, 1 day's wage is equal to 1 silver coin. അന്നത്തെ കാലത്ത് 3 മണി മുതൽ 6 മണി നേരം വരെ ജോലി ചെയ്യുന്നവന് ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശാ. 1 hour's wage is 1 silver coin in those days. അങ്ങനാണെങ്കിൽ യൂദ ഈ തൈലത്തിന് 300 വെള്ളിക്കാശ് വില ഇട്ടെങ്കിൽ അവിടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ആകെ തുകയാ. So that is this lady's entire Amen. year's worth. ആമേൻ. അവൾ Amen. വന്നിരിക്കുന്നത് She has come. കീറിയ $1 നോട്ട് She കൊണ്ടല്ല. did not come with a broken dollar. ആമേൻ. Amen. അവൾ ഇല്ലായ്മയുടെ ഒരു കണക്കും കൊണ്ടല്ല She did വന്നിരിക്കുന്നത്. not come with a I don't have anything. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവളുടെ സമ്പാദ്യം കൊണ്ടാ വന്നിരിക്കുന്നത്. She came with her entire possession. ആമേൻ. അവൾ Amen. പൊട്ടിച്ചതൊരു വെങ്കൽ ഭരണിയല്ല, അവളുടെ ചങ്കാണ് പൊട്ടിച്ചത്. She did not break a marble. She broke her own heart at the feet of Jesus. അവളുടെ ഹൃദയമാണ് പൊട്ടിച്ചത്. It was a heart that broke. She broke. പരിമളതൈലം ഒഴുകാൻ തുടങ്ങി. Oh, the frankincense came out. നല്ല ഹൃദയം പൊട്ടിയാൽ, When a good heart breaks, ഇന്ന് രാത്രി നല്ല ഹൃദയം tonight പൊട്ടിയാൽ if a good heart breaks, ഇതിനകത്തൊരു പരിമളതൈലത്തിന്റെ there will be സൗരഭ്യവാസന a ഉണ്ടാകും. fragrance in this place. ഉടയട്ടെ ഹൃദയങ്ങൾ ഇന്ന് രാത്രി. May the hearts break tonight. ഉടയട്ടെ ഇന്ന് രാത്രി May ഹൃദയങ്ങൾ. hearts break tonight. ഉടയട്ടെ ഇന്ന് രാത്രി May ഹൃദയങ്ങൾ. hearts break അത് tonight. യേശുവിന് ഒരു അഭിഷേകമായി, Let it be an anointing for അത് Jesus. യേശുവിന്റെ തലമേൽ ഒടിക്കുന്ന Let തൈലമായി. it be an anointing to pour out ഉടയട്ടെ ഇന്ന് Jesus. രാത്രി ഹൃദയങ്ങളെ. May the hearts be broken. ദൈവാത്മാ പറയുന്നു, നീ ഉടഞ്ഞാൽ, Holy Spirit says, if you are broken, നീ ഉടഞ്ഞാൽ, if you are broken, നിന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നീ കാണാൻ you will പോകുകയാണ്. see miracles you have never seen in your life. ഉടയാൻ വിട്ടുകൊടുത്താട്ടെ. Oh, leave your hearts to be ഇവിടെ broken. ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു, The Lord is telling some people ഒന്ന് here, ഉടയാൻ വിട്ടുകൊടുക്ക, give yourself to be ഒന്ന് broken. ഉടയാൻ വിട്ടുകൊടുക്ക, Give yourself to be broken. ഒന്ന് ഉടയാൻ വിട്ടുകൊടുക്ക. Give yourself to be broken. Praise the Lord. Hallelujah. Alabarabash. കൊണ്ടുവന്നത് അതുപോലെ തന്നെ കൊണ്ടുപോകല്ലേ. Don't go take back what you brought. കൊണ്ടുവന്നത് അതുപോലെ തന്നെ കൊണ്ടുപോകരുത്. Don't take back as you brought. ഒന്ന് ഉടയാൻ ഏൽപ്പിച്ചു കൊടുക്ക. Give yourself to be broken. ഒന്ന് ഉടയാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. Give yourself to be broken. ഞാനൊന്ന് ഉടയാൻ തയ്യാറാണ്. I am ready to be broken. ഞാനൊന്ന് ഉടയാൻ തയ്യാറാണ്. I am ready to be broken. അവൾ ഉടഞ്ഞോ? നമുക്ക് നോക്കാം. Let us see. Was she broken? അവൾ ഉടഞ്ഞോ? Was she broken? ഞാൻ നിങ്ങളോട് പറഞ്ഞു അവൾ വെങ്കൽ ഭരണി ഉടച്ചു. I told you she broke the marble jar. രണ്ടാമത് ഞാൻ പറഞ്ഞു അവളുടെ ഹൃദയം ഉടച്ചു. Then I said she broke her heart. നമുക്ക് നോക്കാം ഭരണി മാത്രമേ ഉടഞ്ഞുള്ളൂ, ഉള്ളം ഉടഞ്ഞോ? Let us see if she really broke her heart. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം, Tonight I'll tell you clearly. അവിടെ കണ്ണീന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. Tears began to come from her. ഭരണി ഉടഞ്ഞാൽ കണ്ണുനീര് വരത്തില്ല. If the jar is broken, the tears won't come. പക്ഷെ അവിടെ ആകം ഉടഞ്ഞത് കൊണ്ടാണ് കണ്ണുനീര് വരാൻ But തുടങ്ങിയത്. because her heart was broken, tears began to come. Hallelujah. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many people understand? നിന്റെ ആകം ഉടഞ്ഞാൽ If your inner man നിന്റെ breaks, കണ്ണ് നനയും. your tears will come. പ്രാവിന്റെ കണ്ണുപോലെ. Just like the eyes of the father. ഓ പ്രാവിന്റെ കണ്ണുപോലെ. Like the eyes of the dove. ഓ നിന്റെ കണ്ണൊന്ന് നിറയട്ടെ. May your eyes water നിന്റെ tonight. ആകമൊന്ന് ഉടയട്ടെ. May your inner man be broken. അവളുടെ അകം ഉടഞ്ഞു. Her inner man was broken. സാധാരണ ഉടച്ചിലല്ല. It is not an ordinary break. നമ്മുടെയൊക്കെ കണ്ണീന്ന് കണ്ണുനീര് വന്നാൽ So if tears come from us, ഒരു സ്പില്ലർ കണ്ണുനീര് maybe 1 teaspoon,
അല്ലെങ്കിൽ ഒരു സെന്റ് കുപ്പിക്ക് ഒരു ചെറിയ സെന്റ് കുപ്പിക്ക് ഒരു കുപ്പി കണ്ണുനീര്, maybe a little bit of tears. അത്രയൊക്കെ ഉള്ളൂ. That's all. ഉടച്ചില് കുറവാ. Breaking is very little. പക്ഷെ അവളുടെ കണ്ണുനീർ വന്നപ്പോൾ യേശുവിന്റെ കാല് കഴുകാനുള്ള കണ്ണുനീരുണ്ടായിരുന്നു. When tears came from her eyes, Jesus' feet was washed. Amen. ഒരാളുടെ കാല് കഴുകണമെങ്കിൽ നിസാര കണ്ണുനീര് പോരാ. If you have to wash somebody's feet, you need a lot of tears. നല്ലപോലെ ഉടയണം. It has to be broken well. ഞാൻ അവിടേക്കൊന്ന് വരാൻ പോവാ. I'm going to come there. തൈലം ഉടച്ചത് നിന്നോണ്ടാ. Oh, it was broken standing up. അവൾ വെങ്കൽ ഭരണി ഉടച്ചത് നിന്നോണ്ടാ. When she broke that jar, she was standing. എന്നാൽ കണ്ണുനീര് കൊണ്ട് കാല് കഴുകിയത് മുട്ടിന്മേൽ ഇരുന്നു കൊണ്ടാ. But when she washed the feet of Jesus, she was kneeling down. യേശുവിനെ ആരാധിക്കുന്നതിന്റെ ഘട്ടം ഘട്ടമായിട്ട് അവൾ മാറാൻ തുടങ്ങി. She began to worship God in അവൾ stages. ആദ്യം നിന്നുകൊണ്ട് ആരാധിച്ചു. First she stood up and worshipped. പിന്നെ മുട്ടയിൽ നിന്നുകൊണ്ട് ആരാധിച്ചു. Then she began to be on her knees and worship. അവളുടെ മുടി കൊണ്ട് ആ കാല് തുടയ്ക്കാൻ അവൾ തീരുമാനിച്ചപ്പോൾ wash that feet with her hair. അവൾ കിടന്നിട്ട് മാത്രമേ തല കൊണ്ട് തുടയ്ക്കാൻ പറ്റുകയുള്ളൂ. She could do it only by lying down. യേശുവിന്റെ പാദത്തിൽ അവളുടെ മുഖം അമർത്താൻ തീരുമാനിച്ചു. She began to press her face at the feet of Jesus. ഇതാണ് യഥാർത്ഥ ആരാധന. This is real worship. അവളെ മുഴുവനായി വിട്ടുകൊടുക്കുന്ന ആരാധന. Worship where she gave herself. ആ മുറിക്കകത്ത് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. The power of God came there. ശീമോൻ വിരുന്ന് നടത്തിയത് കൊണ്ടല്ല. Not because Simon had a feast. വിളമ്പിയ ആഹാരത്തിന്റെ ഗുണമല്ല. Not because of the food. ആ ഭൂമിയുടെ വലിപ്പം കൊണ്ടല്ല. Not because of that house. ഇതാ ഒരു സ്ത്രീ കടന്നു വന്ന് അവളുടെ ചങ്ക് പൊട്ടിയതുകൊണ്ട്. Here is a lady coming and opening her heart. ഇന്ന് രാത്രി ഇവിടെ വിടുതൽ ഉണ്ടാകുന്നത് tonight deliverance happens. പ്രസംഗത്തിന്റെ കഴിവ് കൊണ്ടല്ല. Not because of the preaching. ഭാഷയുടെ കഴിവ് കൊണ്ടല്ല. Not because of the language. എന്റെ ശബ്ദത്തിന്റെ കഴിവ് കൊണ്ടല്ല. Not because of your sound. ഇതിനകത്ത് ഉടയുന്ന ചിലർ നിമിത്തം. There are some in this house which is ഇതിനകത്ത് being ഉടയുന്ന ചിലർ നിമിത്തം. There are some that are being broken. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. The word of God, the power of നീ God. ഉടയാൻ തീരുമാനിച്ചതുകൊണ്ട്. Because you decided to be broken. ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്. The Holy Spirit says, ഞാൻ നിനക്കൊരു മാറ്റം വരുത്താൻ പോകുകയാ. I'm going to bring a change to you. നിന്റെ സാമ്പത്തിക നിലവാരത്തെ മാറ്റാൻ പോകുകയാ. Your finances changing. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഞാൻ മാറ്റാൻ പോകുകയാ. The status of your നിന്റെ family കാലിയായ പേഴ്സിനെ ഞാൻ നിറയ്ക്കുമെന്ന് Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. Glory. Glory, glory, glory. Lord, we receive it, Lord. Thank you. വാക്കിന്റെ മേൽ വാക്കുകൾ ഇട്ടിട്ട് ഓ ആരാധനയെ തകർത്ത് കളഞ്ഞു കുടുംബത്തിനകത്തെ പ്രാർത്ഥന പോലും ഇല്ലായ്മ ചെയ്യുവാൻ ശക്തമായി നിന്നോട് വാത് കെട്ടുന്ന അന്ധകാര ശക്തിയെ ഇന്ന് രാത്രി അവന്റെ ആയുധം വെച്ച് കീഴടക്കി നിന്റെ ഭവനത്തെ മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദൈവ ശക്തി ആവരിക്കട്ടെ. ദൈവ ശക്തി ആവരിക്കട്ടെ. ദൈവ ശക്തി ആവരിക്കട്ടെ. ദൈവ ശക്തി ആവരിക്കട്ടെ. Glory. Jesus. Jesus. എന്റെ പാദപീഠത്തിൽ ഹൃദയം പകരുന്ന ചിലരിനകത്തുണ്ട്. There are some who are broken in their heart. ഹൃദയം പകരാൻ വേണ്ടി വന്ന ചിലരിനകത്തുണ്ട്. There are some who have come with a broken heart. അവരോട് ദൈവാത്മാവ് പറയുക. The Holy Spirit says, നിന്റെ ഹൃദയം നീ ഉടച്ചു ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ break your heart and give to Jesus. മൈലുകൾക്കപ്പുറത്ത് Miles apart. നിന്റെ മക്കൾ പഠിക്കുന്നിടത്ത്, where your children are നിന്റെ studying, ഭർത്താവ് ആയിരിക്കുന്നിടത്ത്, where your husband നിന്റെ is, കുടുംബമായിരിക്കുന്നിടത്ത് where your family is, ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. do my work. ഓ ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെസ്. Hallelujah. Glory. ഓ ശമനസ്യ. Jesus. Hallelujah. We worship you. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. The Holy Spirit speaks. ദൈവാത്മാവ് ഇടപെടുകയാണ്. The Holy Spirit says, ഈ മെസ്സേജ് മനസ്സിലാകുന്നവർ കരമൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. those who understand this, lift up your hands and praise ഈ God. മെസ്സേജ് മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Those who understand this message, lift up your hands and praise God. Amen. Hallelujah. Amen. Hallelujah. 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 ദൈവാത്മാവ് ഇടപെടുന്നു. The Holy Spirit is moving. Amen. Amen. വിരുന്ന് നടത്തിയത് ശീമോൻ. Simon held the feast. കാശ് മുടക്കിയത് ശീമോൻ. Simon spent the money. എല്ലാം ചെയ്തത് ശീമോൻ. Simon did everything. അനുഗ്രഹം പ്രാപിച്ചത് പെണ്ണുപിള്ളയാ. Blessings came to the lady. അനുഗ്രഹം പ്രാപിച്ചത് പെണ്ണുപിള്ളയാ. The blessings came to the lady. ഇങ്ങനെ ഇരിക്കും. This is how you play with God. കേരളത്തിലൊക്കെ ഒരുപാട് ശീമന്മാർ വലിയ വിരുന്ന് നടത്തുന്നുണ്ട്. Lot of Simons are in Kerala doing a lot of feast. 88ാമത്തെ വിരുന്ന്, 88 feast, 100ാമത്തെ വിരുന്ന്, 100. പക്ഷെ ശീമോൻ ഇതുവരെ ഗുണം പിടിച്ചിട്ടില്ല. അവിടെ വരുന്ന പാവപ്പെട്ട ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. Lot of humble people are coming to the Lord. Hallelujah. Hallelujah. Hallelujah.
ആമേൻ. Amen. ആമേൻ. Amen. എന്റെ ദൈവത്തിന് നിന്റെ വിരുന്നിനകത്തെ ആ വിഭവങ്ങളുടെ എണ്ണമല്ല അറിയേണ്ടത്. God is not concerned about how many dishes you have. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. വളരെ രസകരമായ ഒരു ചിന്തയിലേക്ക് ഞാൻ പോകാൻ പോവാണ്. I'm going to a beautiful thought. ആമേൻ. Amen. അതിന്റെ 40ാമത്തെ വാക്യം. Verse 40 of that same text. 40ാമത്തെ വാക്യം ഒന്ന് ഒച്ചത്തി വായിച്ചേ. അല്ലല്ല, അതിനു മുമ്പ് 39 വായിച്ചേ. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, അവനെ ക്ഷണിച്ച പരീക്ഷ നമ്മുടെ ശീമോൻ, പൂമേടല്ലേ ശീമോൻ, അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. മതി മതി. Amen. എല്ലാവരും തല ഉയർത്തി പിടിച്ചു. Can you lift up your heads, please? ഈ ശീമോൻ പറയാ, Simon is saying, എനിക്കൊരു അബദ്ധം പറ്റി എന്നാ തോന്നുന്നു. I think I made a mistake. ഈ പുള്ളിയെ വിളിക്കണ്ടായിരുന്നു. There's a mistake calling Jesus. ഒരു പ്രവാചകനും അല്ല, ഒന്നുമല്ല. He is not a prophet or anything. അബദ്ധം പറ്റി വിളിച്ചതാ. There's a mistake. കാശും പോയി, കഞ്ഞിയും പോയി. Money has gone, everything is gone. ഈ പുള്ളിയെ വിളിച്ച് വിരുന്ന് നടത്തി. I called him and gave a feast. പുള്ളിക്ക് പരിശുദ്ധാത്മാവ് പോലും ഇല്ലെന്നാ തോന്നുന്നത്. I don't think he even has anointed. യേശുവിനെ അങ്ങനെ പറയുന്നവർ അന്നുണ്ടായിരുന്നു, പിന്നെ നമ്മളെ പറയാതിരിക്കും. People in those days used to say about Jesus, will they spare us? Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു 50 പേജ് എഴുതിയാലും തീരാത്ത ഒരു കാര്യം ആ വാക്യത്തിൽ കിടപ്പുണ്ട്. There is a verse, something in that verse which even if I write 50 pages, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, something which I don't understand. ബഹുമാനപ്പെട്ട ശീമോനെ, Oh precious Simon, യേശു പ്രവാചകനാണോ അല്ലയോ അത് അവിടെ നിൽക്കട്ടെ. whether Jesus is a prophet or not, it is secondary. നീ പ്രവാചകനല്ലല്ലോ. You are not a prophet. എന്നിട്ട് നിനക്ക് മനസ്സിലായല്ലോ ഇതാരാന്ന്. You did not understand who it is. നീ ആരാടാ പാർട്ടി? Who are you, Simon? Hallelujah. Praise the Lord. Hallelujah. പ്രവചനമൊന്നുമില്ല, ചില ശീമോന്മാർക്ക് ഇങ്ങനെയുള്ളവരെ നല്ല പരിചയമാ. There are some Simons like that. They are very good in criticizing. ആ Hallelujah. ഭാഗം പറഞ്ഞ് ഞാൻ അവിടെ വിടുക. Amen. I am stopping and leaving. ആ ഭാഗം വിടുകയാണ്. I am leaving. ഞാൻ യേശുവിലേക്ക് വരാം. I am going to Jesus. യേശു പ്രവാചകനാണോ? Is Jesus a prophet? യേശു ആരാണ്? Who is Jesus? നിന്റെ ഹൃദയത്തിന്റെ നിലവുകൾ അറിയുന്നവനാണ് എന്റെ ദൈവം. He knows your heart. നിന്റെ ചലനങ്ങൾ അറിയുന്നവനാണ് എന്റെ ദൈവം. Jesus knows your movements. നിന്റെ വേദനകൾ അറിയുന്നവനാണ് ദൈവം. He knows your pain. ഒരു സ്കാനിങ്ങും ഇല്ലാതെ, Without any scanning. ഒരു എക്സ്റേയും ഇല്ലാതെ, Without any X-ray. നിന്റെ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് എണ്ണി പറയുന്നവനാണ് എന്റെ ദൈവം. Jesus knows what all ഇന്ന് problems you have. രാത്രി ആരും സ്കാൻ ചെയ്യാതെ, ആരും ഡയഗ്നോസ് ചെയ്യാതെ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ എന്റെ ദൈവം ശക്തനെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് വിളിച്ചു പറയാ. Amen, amen, amen. Yes. Whatever diseases you have, Jesus will heal you. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. The Holy Spirit speaks. ദൈവാത്മാവ് The സംസാരിക്കുന്നു. Holy Spirit speaks. നീ ആരാന്ന് എന്റെ ദൈവത്തിന് അറിയാം. God knows who you are. നിന്റെ ഭാവി എന്താന്ന് എന്റെ ദൈവത്തിന് God അറിയാം. knows your future. ആമേൻ. Amen. മോളെ ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ, Child, listen to this. ആമേൻ, കണ്ണുകൾ അടച്ച് Close your eyes. ചിരിക്കാതെ, Without smiling. ചിരിക്കാൻ സമയം തരാം. I'll give you ഞാൻ time. നല്ല തമാശ പറയുന്നോണ്ട് നിനക്ക് ആവശ്യം പോലെ ചിരിക്കാൻ Yes, സമയം praise the തരാം. Lord. ആമേൻ. Amen. പക്ഷെ കർത്താവ് ദൂത് പറയുമ്പോൾ When the Lord speaks, നീ കണ്ണുനീരോടെ ഏൽപ്പിച്ചു കൊടുക്കണം. you should give yourself to the Lord in നീ tears. ആരാകുമെന്ന് അറിയാവുന്ന ഒരാളെ ഉള്ളൂ, അത് യേശുവാ. There is only one person who knows your future, that is Jesus. നീ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ അപ്പനും അമ്മയും അല്ല, എന്റെ യേശുവാ. Not your father or mother, but Jesus knows who you will be. എന്റെ യേശു തീരുമാനിച്ചാൽ നീ ആരുമാകും. If my Jesus decides, you can be anything. നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. My God has a plan about അവൻ you. നിന്നെ ഉരുക്കി പണിയും. God is going to melt you and നീ build you. വിചാരിക്കുന്ന പോലെ ആകില്ല. Not the way you think. എന്റെ തമ്പുരാൻ ഒരു സ്ക്രിപ്ചർ തയ്യാറാക്കിയിട്ടുണ്ട്. My God has created a ഒരു scripture. സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. He has created a script. അതും പ്രകാരം മാത്രമേ കാര്യങ്ങൾ നീങ്ങൂ. Only according to that the Lord will അവൻ move. ഉടച്ച് ഉരുക്കി തിരിച്ചു കൊണ്ടുവരുന്ന ദൈവമാ. He is a God who will break you and mold you and melt you and build you. നിന്റെ ആത്മീയ ജീവിതം ഒരു സീരിയസിലേക്ക് വരാൻ പോകുകയാ. Your spiritual life is going to become serious. ഇന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല. Tonight if I say you won't പക്ഷേ believe, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, but the Holy Spirit tells you, നീ യുവജനങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ വചനം പറയും. you will preach the word of God in ഈ the midst of young സഭയ്ക്കകത്തുനിന്ന് people. 3 പേരെ ഞാൻ തെരഞ്ഞെടുത്തുവെന്ന് യഹോവയുടെ ആത്മാവ് സംസാരിക്കുന്നു. This morning the Lord said, I'll choose 3 അത് people. ഇപ്പോൾ പറഞ്ഞതല്ല, ഇന്ന് രാവിലെ പറഞ്ഞതാണ്. This morning the word came. അന്നേരം നീ At വന്നിട്ടില്ലായിരുന്നു, that time you were not here, പക്ഷെ അതിനകത്ത് നീ ഉണ്ടായിരുന്നു. but you were there in that നീ 3. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, Whether you believe or not, പക്ഷെ എന്റെ ദൈവം അങ്ങനെ ചെയ്യും. my God will do it. നിനക്ക് സമ്മതമല്ലെങ്കിൽ അവൻ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും. Hallelujah. God is going to use her. എഴുതിട്ടോ. Praise the Lord. Hallelujah. Write down the last page of your Bible, the date and the message.
Hallelujah. നിന്റെ ബൈബിൾ എഴുതിയിട്ടോ, എന്റെ ദൈവമാ പറഞ്ഞത്. Amen. ഇതിനകത്ത് ചിലരെ ദൈവം ഉരുക്കിക്കൊണ്ടിരിക്കുകയാ. God is melting some people ചിലതിനെ ദൈവം inside. മെടഞ്ഞുകൊണ്ടിരിക്കുകയാ. God is building some here. ഇഷ്ടം, നിങ്ങൾ ഓർക്കണം, Think like this. ഈ പ്രസംഗിക്കുന്ന കെ എബ്രഹാം The K. Abraham who was preaching ഞങ്ങളുടെ നാട്ടിൽ in our land, പാസ്റ്റർമാര് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റേ കയറി കൊണ്ടിരുന്നവനാ. I was a guy who used to get into the electric post when pastors used to get into pulpit to preach. കരണ്ട് കളയാൻ, To take away the current. അതിനു വേണ്ടി. For that, to destroy evangelical work. പക്ഷെ കർത്താവ് എന്റെ കരണ്ട് കളഞ്ഞു. But the Lord took away my current. എന്റെ ബൾബ് ഫ്യൂസ് ആക്കി. He fused my bulb. കുറെ നാളിനെ ഇരുട്ടത്ത് കിടത്തി. For a long time I was in darkness. എന്നിട്ട് നല്ല ഒന്നാം തരമായിട്ട് കരണ്ട് തന്നു. And then he gave me a new current. എതിർക്കുന്നവരെയാണ് എന്റെ ദൈവത്തിന് ഇഷ്ടം. God loves those who oppose. ആമേൻ. Amen. ഹിപ്പോക്രസി കാണിക്കുന്നവരെ അല്ല ദൈവത്തിന് ഇഷ്ടം, ഒപ്പോസ് ചെയ്യുന്നവരെയാണ് ദൈവത്തിന്. God hates hypocrites, but God loves those who are themselves. ആമേൻ. ഒരു ദൂത് പറയുമ്പോൾ When I say a word, അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ if you don't receive it, അത് ദൈവമാ പറഞ്ഞെന്ന് ദൈവം തെളിയിക്കും. God will prove that God said it. Amen. ആമേൻ. Amen. ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Keep on praying. ഈ സഭയിലെ യുവജനങ്ങളുടെ മേൽ ദൈവത്തിന് ഒരു കണ്ണുണ്ട്. The Lord has an eye on the young people of this church. ദൈവം വലിയ കൊയറിനെ ക്രമീകരിക്കാൻ God പോകുകയാണ്. is going to build a big നിങ്ങൾ choir. കണ്ടിട്ടില്ലാത്തവരൊക്കെ വരാൻ A lot പോകുക. of people who have not seen ഒരുപാട് are going to കുടുംബങ്ങൾ come. വരാൻ Many പോകുകയാണ്. families are going to ഈ come. ഹോളൊക്കെ മാറാൻ The പോകുകയാണ്. hall is going to change. ആയിരങ്ങൾ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരാൻ Oh, പോവുക. thousands are going to come to the ജനം church. ഒറ്റക്കെട്ടായിട്ട് ആരാധിക്കാമെങ്കിൽ, ദൈവം ഒറ്റക്കെട്ടായിട്ട് If ആരാധിക്കാമെങ്കിൽ you can be one accord worship, ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. the power of God is going ഇത് to come. ദൈവത്തിന്റെ സമയമാ. This is God's time ഒരാളെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ to bless one person. ആ ആളൊന്നും കരുതണ്ട. That person has to do nothing. ഇവിടെ ഈ സഹോദരി അനുഗ്രഹിക്കപ്പെട്ടത് ആ പുള്ളിക്കാരി ഒന്നും കരുതിയിട്ടല്ല. Yo, this lady was blessed not because of her. അതിനുവേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. God did big things. അത് ദൈവത്തിന്റെ സമയമാണ്. It is God's അത് time. ദൈവത്തിന്റെ സമയമാണ്. God's time. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു. Tonight the Holy Spirit ഇന്ന് says. രാത്രി ദൈവാത്മാ പറയുന്നു. Tonight the Holy Spirit നിനക്ക് says. അനുഗ്രഹം പ്രാപിക്കുവാൻ Do you want to be blessed? യേശുവിന്റെ പാദത്തിലേക്ക് വാ. Come to the feet of ഒന്ന് Jesus. പൊട്ടാൻ തയ്യാറാക. Are you ready to be ഒന്ന് broken? ഏൽപ്പിക്കാൻ തയ്യാറാക. Are you ready to release? ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ The പോകുകയാണ്. power of God is going to manifest. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. I'm going to go forward. അടുത്ത ഭാഗത്തേക്ക് വരുന്നു. Let's go to the next അതേ part. ലൂക്കോസിന് സുവിശേഷം Luke chapter 8-ാം അധ്യായം chapter 8 40-ാമത്തെ വാക്യം verse 40. വായിക്കാം. 8-ാം അധ്യായം 40-ാം വാക്യം. Somebody quickly. യേശു മടങ്ങി വന്നപ്പോൾ Jesus came back. പുരുഷാർ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. യെസ് അവരെല്ലാവരും അവനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളി പ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. മതി. Hallelujah. പള്ളിപ്രമാണിയായ യായിറോസ്. Jairus, a synagogue ruler, came to Jesus. തമിഴിൽ In Tamil, ജപ ആലയ തലൈവർ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. the translation is the king of the synagogue, Jaba Alaya Talaiva, തലവൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ തലവൻ. a leader of the prayer group. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ തലവനും പ്രാർത്ഥനാ വിഷയമുണ്ട്. The leader of the prayer group also needs prayer. ആമേൻ. Amen. ചിലർ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ തലവനായതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന വേണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. Some people think I am the leader of the prayer group, I don't need to pray. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആഹാരം കുക്ക് ചെയ്യുന്നവർക്കും വിശക്കും. പ്രൈസ് ദി ലോർഡ്. Those who are cooking the food also are hungry. ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് വിശക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ചിലപ്പോൾ നല്ലപോലെ വിശക്കും. Because I am a cook, that doesn't mean that I am not hungry. They will be more hungry. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Stotram. പുസ്തകം വായിച്ചു നോക്കിയേ. Read the book. യോഹന്നാനും John, പത്രോസും Peter. സുന്ദരമെന്ന ഗോപുരവാതിക്കലേക്ക് പോകുന്ന രംഗം ഒന്ന് വായിച്ചേ. Think of the scene, Acts chapter 3, when these people went to the temple called Beautiful. അവർ 9-ാം മണി നേരമായപ്പോൾ When it is the 9th hour, പ്രാർത്ഥനാ സ്ഥലത്ത് they went to pray. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. I love that. 2-ാം അധ്യായത്തിൽ Chapter 2, ഇവർ സ്നാനപ്പെടുത്തിയത് they were baptized. 3000 പേരെയാ. 3,000 people. സഭ ചെറുതാണോ? Is the church a small church? വലിയ ചർച്ച. It's a big church. എന്നിട്ടും Even then, ഈ പാസ്റ്റർമാര് നല്ലപോലെ these പ്രാർത്ഥിക്കുന്നവരാണ്. pastors are praying. Hallelujah. ആമേൻ. Amen. സഭ വലുതാകും തോറും As the more the church becomes, പ്രാർത്ഥനയും വലുതാകണം. the prayer must be big. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ മുമ്പോട്ട് പോകട്ടെ. I'm going forward. ജപ ആലയ തലവർ നമ്മുടെ പള്ളിപ്രമാണി The synagogue ruler, യായിറോസ്. Jairus, പുള്ളിയുടെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. he has an application. ആ ആപ്ലിക്കേഷനോട്ടാണ് He has വന്നിരിക്കുന്നത്. come with an പക്ഷെ application. കൊടുക്കുന്നതിന് മുമ്പ് But before he gives, പുള്ളി മുട്ടുകുത്തി. he has to kneel down. ഇന്ന് രാത്രി നമ്മുടെ ആപ്ലിക്കേഷൻ ഓട്ടാ
വന്നിരിക്കുന്നത്. Tonight you have come with an application. ചിലർ യോഗത്തിന് വരുന്നത്, Some people come for the meeting. ആപ്ലിക്കേഷൻ കൊടുക്കുക, They give the application. സൗഖ്യം പ്രാപിക്കുക, They receive. പോകുക. They go. അങ്ങനല്ല. That's not the ഈ way. യായിറോസ് This Jairus, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് before giving the application, മുട്ടുകുത്തി. he knelt down. ആമേൻ. Amen. ഇനി അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. Now look at his application. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ശ്രദ്ധിക്കണം. Please listen, everybody. ഞാൻ ഈ ബഹുമാനപ്പെട്ട ദൈവദാസനെ യായിറോസ് ആയിട്ട് പറയാണ്. I know I'm talking him as Jairus. യായിറോസിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞാട്ടെ. Praise the Lord. യെസ്. ആപ്ലിക്കേഷൻ പറഞ്ഞാട്ടെ. എന്താ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാട്ടെ. 12 വയസ്സുള്ള My daughter, who is 12 years old, is lying sick near to death. Yes. Please come and help. ഇതാണ് വിഷയം. ഇദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ എന്താണ് മനസ്സിലാവുന്നത്? That is his application. ആപ്ലിക്കേഷൻ ഇതാണ്. ഈ സമയത്ത് At this time, ഒരു നിമിഷം ബാക്കി ഒന്ന് വായിച്ചോട്ടെ. അതിന്റെ please read that, brother. 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രാവം ഉള്ളവളും സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും. ഇതാണ് രക്തസ്രാവമുള്ള സ്ത്രീ. This is a lady with the issue of blood. യായിറോസ് ബാക്കി നിൽക്കുന്നു. Jairus is behind. ഈ രക്തസ്രാവക്കാരി എന്താ ചെയ്തതിനിടയ്ക്ക്? What did she do? പറഞ്ഞാട്ടെ. Read that, brother. സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തതുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഒരു നിമിഷം എല്ലാവരും കൂടി ശ്രദ്ധിച്ചാട്ടെ. Please listen. എന്നെ ഒന്ന് തൊട്ടെ. വസ്ത്ര തൊട്ടു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആപ്ലിക്കേഷൻ കൊടുത്ത യായിറോസ് വെയിറ്റിംഗ് റൂമിൽ നിൽക്കുന്നേ ഉള്ളൂ. The Jairus who gave the application is in the waiting room. ഈ ക്യൂവിനകത്ത് തെള്ളിക്കേറി ഒരു സഹോദരി തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെ ഇരിക്കും ദൈവത്തിന്റെ സമയമാകും. Hallelujah. In God's time. രക്തസ്രാവക്കാരിയോട് പോകാൻ ആരാ പറഞ്ഞു? Who told the lady? ഇതാണ് നമ്മുടെ രക്തസ്രാവക്കാരിക്കാരുടെ മുഴുവൻ പ്രശ്നം. Hallelujah. This is the problem with our people. തൊടുക, സൗഖ്യമാകുക, പോവുക. Touch, go. പോകരുത്. കർത്താവ് അവളെ അന്വേഷിച്ചു. പിന്നെ എന്നെ തൊട്ടതാരാന്ന് പിന്നെ ഞാൻ ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. യായിറോസ് ഇപ്പൊ വെയിറ്റിംഗ് റൂമിലാണ്. Jairus is in the waiting room. പക്ഷേ ഈ രക്തസ്രാവക്കാരി ഇപ്പൊ ബ്ലെസ്സിംഗ് റൂമിലാണ്. Oh, she is in the blessing room. ആമേൻ. ദൈവത്തിന്റെ സമയമായാൽ, In God's time, ഏത് ബഹളത്തിനിടയിലും, in the midst of any problem, നീ ബ്ലെസ്സിംഗ് റൂമിനകത്ത് കയറും. you will be in the blessing room. വിടുതൽ പ്രാപിക്കണമെങ്കിൽ, if you want to be delivered, ക്യൂ നോക്കരുത്. don't look at the queue. ആൾക്കൂട്ടം നോക്കരുത്. Don't look at the multitude. കേറി തൊട്ടോണം. Go and touch Jesus. Hallelujah. വിടുതൽ വേണോ? You want deliverance? അന്വേഷിച്ചു പോകണം. Go run after യേശു Jesus. എവിടെ ഉണ്ടെന്ന് അറിഞ്ഞോണം. Jesus, run after him. Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. വളരെ രസകരമായ ഒരു കാര്യം പറയാനുണ്ട്. I'm going to say some interesting things. ഈ പുള്ളിക്കാരി, this lady, രക്തസ്രാവക്കാരിയാണ്. she has got an issue of blood. നമ്മളൊരു ഒരു പ്രതീകാത്മകമായി പറയുന്ന വിഷയം. We are just talking in an imaginary way. Don't Amen. നിങ്ങൾ ശ്രദ്ധിക്കുക. Listen. ഈ രക്തസ്രാവക്കാരിയെ ഈ ഇസ്രായേലിലെ യഹൂദന്മാർ അംഗീകരിക്കത്തില്ല. You know, the Jewish people don't approve of her. ആമേൻ. ഇവളുടെ പേര് പള്ളിയിൽ നിന്ന് വെട്ടി. Her name was taken away from the church. ആര് വെട്ടി? Who rubbed it off? ആര് വെട്ടി? ഈ പുള്ളി വെട്ടി. ഈ ഐറോസ് ഈ രക്തസ്രാവക്കാരുടെ പേര് വെട്ടി. Jairus cut the name. പേര് വെട്ടിയ പുള്ളി വെയിറ്റിംഗ് റൂമിലും വെട്ടുകൊണ്ട പുള്ളി ബ്ലെസ്സിംഗ് റൂമിൽ കയറി. Hallelujah. Hallelujah. Glory Jesus. Hallelujah. 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 ഒരു കാര്യം ഓർത്തോ, Remember one നിന്റെ thing. പേരേതെല്ലാം പള്ളിയിൽ നിന്ന് വെട്ടിയാലും, from wherever, whichever church your name is, എവിടുന്നെല്ലാം വെട്ടിക്കളഞ്ഞാലും, wherever you are cut away, ദൈവത്തിന്റെ സമയമാകുമ്പോൾ, the time of God, നീ അനുഗ്രഹത്തിന്റെ മുറിക്കകത്ത് കയറും. you will be in the നീ room of നന്മയുടെ blessing. മുറിക്കകത്ത് കയറും. You will be in the room of blessing. Hallelujah. ഷാർപ്പ് തൂതിങ്ങ് പോരട്ടെ യേശുവിന്റെ നാമത്തിൽ. Hallelujah. വെട്ടട്ട പേരുകൾ. Oh, let them cut our names. Amen. Amen. ഇനി അവസാനം അവിടെ വരാൻ പോകും നമ്മൾ. That is where we are going to come. പേര് വെട്ടിയ ഉള്ളിയെ നമ്മൾ സ്നാനപ്പെടുത്തും ഇന്ന് രാത്രി. We will baptize the one whose names has been blocked. ഈ പുള്ളിയുടെ പേര് വെട്ടിയ ഉള്ളി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. Hallelujah. Praise the Lord. Amen. ഈ പുള്ളിക്കാരിയെ വഴി വെച്ചും ഈ പുള്ളിയെ വീട്ടിൽ ചെന്നും കാണാനാ പ്ലാൻ. Jesus has a plan to see Jairus. How many people understand this? വിടത്തില്ല കേസ്, വിടത്തില്ല കേസ്. Amen. 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 എന്ന് കുറിച്ചിട്ടാന്നറിയോ? Amen. പേര് വെട്ടി എന്ന് കുറിച്ചിട്ടതാ. From the day Jesus touched the lady, Jesus also had Jairus in his mind. രണ്ടിനെ ഒരു സ്റ്റേജേ വെച്ച് പൊക്കുവെന്ന് അന്ന് തീരുമാനിച്ചതാ. Hallelujah. Jesus said, I'll bring you to the same stage, both of you. Oh. Hallelujah. Praise the Lord. ഈ രക്തസ്രാവക്കാരി തൊട്ടേച്ച് മുങ്ങി.
You know, this lady touched Jesus and she ran away. ഫിലദൽഫിയയിൽ ഒരുപാട് പേര് യേശുവിനെ തൊട്ടിട്ട് മുങ്ങി നടപ്പുണ്ട്. There are a lot of people in Philadelphia who touch Jesus and run. എല്ലാത്തിനും പോക്കും. Amen. 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 Hallelujah. Hallelujah. യേശുവിനെ തൊട്ടേച്ച് മുങ്ങിയതിനെ ഒന്നും വിടുകയില്ല. Hallelujah. Have you touched Jesus? Jesus will lift them all up. ചൂണ്ട വിഴുങ്ങിയേച്ച് മീൻ എവിടെ പോകാനാ? After getting stuck by the thing, where can the fish go? ചൂണ്ട വിഴുങ്ങിയ മീൻ എവിടെ പോയി രക്ഷപ്പെടാനാ? The hook, that fish on the hook, where can it go? എങ്ങും പോകത്തില്ല. It cannot go anywhere. പിന്നെ നൂലിന് ഇച്ചിരി നീളം ഉള്ളതുകൊണ്ട് ഇച്ചിരി സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിച്ചിങ്ങനെ നടക്കും. Because the thread is a little long, you spend a time with the cinematic dance. നൂല് തീരുകയും പോക്കുകയും കൂടെ ഒരുമിച്ചായിരിക്കും. ഗ്ലോറി. The minute the thread is over, the Lord will lift them up. Amen. Amen. അപ്പ കേൾക്കാം ദേണ്ട അവര് ഷിജുവിന്റെ അവിടെ ആരാധനയ്ക്ക് പോകുന്നു. Hallelujah. സ്തോത്രം. യേശുവിന്റെ അടുത്ത് വരട്ടെ. Hallelujah. സ്തോത്രം സ്തോത്രം. ഈ രക്തസ്രാവക്കാരി തൊട്ടേച്ച് മുങ്ങിയപ്പോൾ when this lady ran away, യേശു ചോദിച്ചു എന്നെ തൊട്ടതാരാ? Jesus said, who touched me? ഈ നിങ്ങളാരും വിചാരിക്കരുത് പുള്ളിക്കാരിയെ പെന്തക്കോസ്തിൽ ചേർക്കാൻ വേണ്ടിയല്ല യേശു വിളിച്ചേ. Jesus did not call her to make her part of ഈ Pentecostals. ചിലർ വിചാരിക്കുന്നത് ഈ രക്തസ്രാവക്കാരി യേശു അന്വേഷിച്ചത് പെന്തക്കോസ് പള്ളി ചേർക്കാൻ. Many people think that God was looking for her to put her in the Pentecostal church. അതിനൊന്നും അല്ല. Not for that. ഈ സൗഖ്യം പൂർണ്ണമല്ല. This healing is not complete. ഇത് നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നമാണ്. എല്ലാം ഇത് അറിഞ്ഞിട്ടേ പോകാം. I want everybody to know this is a problem. ഈ സൗഖ്യം പൂർണ്ണമല്ല. This is not complete. ഇങ്ങനെ ഒരു രോഗമായിരുന്നെങ്കിൽ ആ ഡോക്ടർമാര് 12 കൊല്ലമായിട്ട് നോക്കി ഒരുവിധമൊക്കെ കുറഞ്ഞേനെ. If the disease was healable, the doctors would have done something for it. അവര് പഠിച്ച പണി 18 നോക്കിയിട്ടും ഇത് സൗഖ്യമാകാത്തതിന് വേറൊരു കാരണം. There is a reason why, in spite of trying maximum, the doctors could not heal. ലോഹ്യം പറഞ്ഞു നോക്കി. They tried to be good to her. ലേഹ്യം കൊടുത്തു നോക്കി. They gave her some medicine. എണ്ണ കൊടുത്തു നോക്കി. They gave her oil. കുഴമ്പ് കൊടുത്തു നോക്കി. They gave her some other medicine. കിഴി കുത്തി നോക്കി. They gave other forms of medicine. ഇനി കുഴി കുത്തുക മാത്രമേ ഉള്ളൂ വഴി. ബാക്കി എല്ലാം കൊടുത്തു നോക്കി. The only thing is to send to the grave. Amen. അവസാനം യേശുവിനെ തൊട്ടപ്പോൾ finally when she touched Jesus, അവൾക്ക് അവളുടെ ശരീരത്തിൽ മനസ്സിലായി രക്തസ്രാവം നിന്നു. She realized that she was healed completely in her body. സൗഖ്യം എന്ന് പറയുന്നത് നീ സൗഖ്യമായി എന്ന് വാസ്തവ പറയുന്നതല്ല, നിന്റെ ശരീരത്തിൽ അത് സംഭവിച്ചുവെന്ന് നിനക്ക് മനസ്സിലാകുന്നതാണ് യഥാർത്ഥമായ സൗഖ്യം. Healing is not pastor saying, you yourself will know in your body you are healed. ഞാൻ നിങ്ങൾക്ക് സൗഖ്യമായി എന്ന് കെ എബ്രഹാം പറയുമ്പോഴല്ല സൗഖ്യമുണ്ടാകുന്നത്. You are not healed when K. Abraham says you are healed. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കത് വെളിപ്പെടുമ്പോഴാണ് സൗഖ്യമായി. In your body you will know. ഇന്ന് രാത്രിയും എന്റെ ദൈവത്തിന് ഇവിടെ അത് ചെയ്യാൻ കഴിയും. Tonight my God is capable of doing it here. Oh, സ്തോത്രം. amen. എന്നെ തൊട്ടതാരാന്ന് ചോദിച്ചു. Who touched me? asked Jesus. ശിഷ്യന്മാരുടെ മറുപടി, the disciples. കർത്താവേ, ഇത്രയും വലിയ ഞെക്കും ബഹളവും നടക്കുന്നതിനാണ്. Lord, such a big multitude. ഇത്രയും വലിയ ആൾക്കാർ നിന്നെ ഞെക്കുകയും തിരക്കുകയും ചെയ്യുന്നതിനാണ്. So many people are pushing and pulling. ആരാ തൊട്ടാന്ന് എങ്ങനെ അറിയും? How will you know who touched? യേശു പറഞ്ഞു, യോഗത്തിന് വന്ന് ഞെക്കുണ്ടാക്കിയവരല്ല, തൊട്ടേച്ചു പോയ ആളിനെ അറിഞ്ഞാൽ മതി. Jesus said, I know who has come and touched me, not those who make a commotion. ഒരു യോഗത്തിന് ഒരുപാട് പേര് വരും, പലരും ഞെക്കിയേച്ചു പോകും, പക്ഷെ അതിൽ ചിലർ തൊട്ടേച്ചു പോകും. In a meeting many people will come and press, some people will touch. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. യേശു അവളെ തിരിച്ചു വിളിച്ചു. Jesus called her back. അവൾ വന്നു. She came back. എന്തിനാ വിളിച്ചെന്ന് പറയാം. ആ കസേര പോയിരിക്കുന്നതിന് എനിക്കെന്താ, അവിടെ ഇരുത്തി പറഞ്ഞാ പോരെ. എന്തിനാ തിരിച്ചു വിളിച്ചെന്ന് പറയാം. You know why Jesus തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, called her back and said, ബാധ ഒഴിഞ്ഞു. The spirit is gone. ഇത് വെറും രക്തസ്രാവമല്ല. This is not just a healing. ഒരു ബാധയും കൂടെ ഉണ്ട്. There is a demon also. സ്കാനിങ് വെളിപ്പെടാത്ത. That is why in the scanning it doesn't come. ബാധ ഏത് സ്കാനിങ് വെളിപ്പെടാനാ? In which demon will come out in ചില scanning. വീടുകളിൽ ചില രോഗമുണ്ടെങ്കിലും There are some diseases in some houses. പ്രാർത്ഥിച്ചാലും സൗഖ്യമാകാത്തതിന്റെ കാര്യം. The reason why prayer will not take away. സൗഖ്യമായാലും വിടുതൽ ഉണ്ടാകാത്തതിന്റെ കാര്യം. Even when you are healed, there is no deliverance. വിടുതൽ ഉണ്ടായാലും സ്വസ്ഥത ഉണ്ടാകാത്തതിന്റെ കാര്യം. Even if there is a deliverance, there is no rest. അത് രോഗം മാത്രമല്ല, ആ വീട്ടിൽ ചില ബാധകളും കൂടെ ഉണ്ട്. It is not just healing. There is some problem in that home. ദൈവമക്കൾ അറിഞ്ഞിട്ട് പോകണം. People of God, you must know. ദൈവമക്കൾ അറിഞ്ഞിട്ട് പോകണം. People of God, you must know. Glory Jesus. Amen. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Hallelujah. അടുത്തത് പറഞ്ഞു, The next thing he said, ബാധ ഒഴിഞ്ഞു, the spirit has gone. സ്വസ്ഥമാകാം. Be at rest. അപ്പൊ തിരിച്ചു വന്നില്ലായിരുന്നു, എന്ത് കിട്ടുകയില്ലായിരുന്നു? So if the lady did not come back, സ്വസ്ഥത കിട്ടുകയില്ല. she would not have got rest. ഈ രക്തസ്രാവം നിൽക്കും എന്നുള്ളതല്ലാതെ The issue was not that a blood issue was ഈ gone. ബാധയും പോകത്തില്ല. The demon would not have gone.
ഈ സ്വസ്ഥതയുമാകത്തില്ല. Rest also would not come. മൂന്നാമത്തെ വിടുതൽ, The third deliverance. സമാധാനത്തോടെ പോകാം. He went in peace. That's prophetic. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ തൊട്ടപ്പോൾ ശരീരത്തിൽ വിടുതൽ. When you touch Jesus, healing in the body. എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആത്മാവിലും മനസ്സിലും വിടുതൽ. But when you came back to Jesus, in the mind and the spirit, there is a deliverance. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Lift up your hands and say thank സന്തോഷത്തോടെ you. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Lift up your hands and say thank you, Lord. യേശുവിനെ തൊട്ടിട്ട് ഓടിപ്പോകുന്നതല്ല യഥാർത്ഥമായ വിടുതൽ. Real deliverance is not touching Jesus and running away, അവന്റെ അടുക്കിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ. but to come back. ആമേൻ. Amen. ആമേൻ. Amen. എന്ത് യായിറോസ്? നമ്മൾ രക്തസ്രാവക്കാരിയുടെ കാര്യം Where is Jairus? Yes. Praise the Lord. Still Jairus ഇപ്പോഴും നമ്മുടെ യായിറോസ്. Jairus is still waiting. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. Let me ask you a question. ഞാൻ എന്റെ മക്കളോട് കുഞ്ഞുങ്ങളോട് ചോദിക്കാം. I'm asking this മക്കളെ, children. നിങ്ങൾക്ക് യായിറോസിനാണ് ഇഷ്ടം, രക്തസ്രാവക്കാരിയാണ് ഇഷ്ടം? എത്ര കേട്ടതനുസരിച്ച്. Children, who do you like, Jairus or the lady? ലേഡി അല്ലേ? എല്ലാവർക്കും അതാണ് ഇഷ്ടം Everybody അല്ലേ? likes the lady. എന്നാ കേട്ടോ, ഇന്ന് രാത്രി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത് യായിറോസിനെയാ. We are going to love Jairus tonight. ആമേൻ. Amen. അതാണ് എന്റെ പ്രസംഗം. That's my message. ആമേൻ. Amen. ഇത്രയും സംഭവം നടന്നപ്പോൾ After all this incident, തന്റെ ജൂനിയറായ താൻ പുറത്താക്കിയ ഒരു പെൺപിള്ള, a lady junior to him and somebody he had thrown out, തന്റെ അവസരം മുതലാക്കി ഇടയ്ക്ക് കയറി തനിക്ക് കിട്ടേണ്ട ചാൻസ് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടും she stole his opportunity. In spite of that, യായിറോസ് അതിന്റെ മുമ്പിൽ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. Jairus was being silent and praying before God. ഒരു കാര്യം തനിക്കറിയാം, He knows one thing. ഈ ഫിലദൽഫിയയിൽ ആരെല്ലാം സൗഖ്യം പ്രാപിച്ചാലും എന്റെ ആപ്ലിക്കേഷൻ കർത്താവിന്റെ കയ്യിലുണ്ട്. Whoever has got a healing, my application is with Jesus. ഹല്ലേലൂയ. Hallelujah. പിറുപിറുക്കാതെ, Without murmuring, പഴി പറയാതെ, without finding fault, കുറ്റം പറയാതെ, without accusing. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന യായിറോസുമാർക്കായി ഞാൻ എന്റെ ദൈവത്തെ Thank God വാഴ്ത്തുകയാണ്. for all the Jairuses who are Jesus. happy in the goodness of other people. ഹല്ലേലൂയ. Hallelujah. നിന്റെ കൂട്ടുകാർക്ക് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ, When your friends get more marks, നിന്റെ കൂട്ടുകാർ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, when your friends pray more, നിന്നേക്കാൾ നല്ലപോലെ പാട്ട് when പാടുമ്പോൾ, they sing better than you, നിന്നേക്കാൾ നല്ലപോലെ പ്ലേ ചെയ്യുമ്പോൾ, when they do better than you, മറ്റൊരാൾ നന്നായി when പ്രസംഗിക്കുമ്പോൾ, somebody else preaches better, മറ്റൊരാൾ നന്നായി when പ്രാർത്ഥിക്കുമ്പോൾ, somebody prays better, വേറൊരാൾ വിടുതൽ പ്രാപിക്കുമ്പോൾ, somebody else is അത് delivered, ജൂനിയറോ സീനിയറോ whether ആകട്ടെ, junior or senior, അതിൽ സന്തോഷിക്കാൻ മനസ്സുള്ളവർക്കായി, a man who is happy in that, അങ്ങനെയുള്ള യായിറോസുമാർക്കായി there are Jairuses like ഞാൻ എന്റെ that. ദൈവത്തെ I സ്തുതിക്കുകയാണ്. thank God. Praise the Lord. Amen. Glory. ചില ചേട്ടന്മാര് പറയുന്നത്, Some elder brothers say, ഞാൻ 40 കൊല്ലമായി 40 years. ഞാൻ 40 കൊല്ലമായി 40 years. പുസ്തകം എടുക്കാൻ തുടങ്ങിയിട്ട്. I have taken the book. എവനേതാ? Who is this fellow? ഇന്നലെ വന്നവൻ. Yesterday he came. എന്നാ ചാട്ടവാ? What a jumping. നിർത്തും ഞാൻ. Stop him. I will stop him. ആമേൻ. ആര് നിർത്തണമെന്ന് തീരുമാനിക്കുക തമ്പുരാനാ. God decides who should stop. ഹല്ലേലൂയ. Hallelujah. ഇന്നലെ വന്നവരാകട്ടെ, Yesterday he came. ഇന്ന് വന്നവരാകട്ടെ, Maybe he came today. ദൈവം അനുഗ്രഹിക്കുന്ന കണ്ടാൽ When God is going to bless, അതിൽ സന്തോഷിക്കുന്നവർക്കായി, I thank God for those who അതിൽ bless. I സന്തോഷിക്കുന്നവർക്കായി, thank God for those who അതിൽ bless. I സന്തോഷിക്കുന്നവർക്കായി thank God. ഞാൻ എന്റെ ദൈവത്തെ I സ്തുതിക്കുകയാണ്. thank my God. ഞാൻ എന്റെ ദൈവത്തെ I വാഴ്ത്തുകയാണ്. thank my God. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Glory. ഈ നിൽക്കുന്ന ബ്രദർ ഷിജു, This man. ഞാൻ പാസ്റ്റർ ഒന്നും സംബോധന ചെയ്യുന്നില്ല. Venda. Praise the Lord. ആമേൻ. Amen. കർത്താവിന്റെ സഹോദരൻ Brother of എത്ര Jesus. ചാടിയാലും, However much he jumps, എത്ര പ്രസംഗിച്ചാലും, however much he preaches, എന്നാ പ്രവചിച്ചാലും, whatever he prophesies, ഒരാളുടെ ഹൃദയം മാറണമെങ്കിൽ if you have to change a heart, ഈ ചാട്ടം കൊണ്ട് നടക്കുകയല്ല. this won't be enough. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളെന്നാണ്. The Holy Spirit must work. ഈ 40 കൊല്ലമായ ചേട്ടൻ എന്നെ അറിയാതെ പോയത്. Why doesn't this 40-year-old pastor know about it? ആമേൻ. Amen. ആമേൻ. Amen. ഒരു കാര്യം അറിഞ്ഞേ മതിയാകും. One thing you should know. എന്തെല്ലാം സംഭവിച്ചാലും Whatever happens, പരിശുദ്ധാത്മാവിലല്ലാതെ apart from the Holy ഒരു Ghost, പാപി മാനസാന്തരപ്പെടില്ല. a sinner will not come to Jesus. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഒരു കാര്യം ഞാൻ വ്യക്തമായി Let me പറയാം. tell you one thing clearly. മറ്റൊരിടത്ത് In other place, ദൈവപ്രവൃത്തി കാണുമ്പോൾ, when you see the work എന്റെ of God, സഹോദരൻ my brother, അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ, he is blessed. ചില രോഗികൾ സൗഖ്യമാകുന്ന When കാണുമ്പോൾ, some people are ചിലർ healed, വിടുതൽ പ്രാപിക്കുന്ന when some കാണുമ്പോൾ, people are delivered, അതിനൊരു കൈത്താങ്ങൽ കൊടുക്കാൻ, to give a hand, ഒന്ന് അപ്രിഷിയേറ്റ് to ചെയ്യുവാൻ. appreciate. ഓ Hallelujah. ഓ Hallelujah. യായിറോസ്, Jairus. യായിറോസ്, Jairus. യായിറോസ്
യായിറോസുമാർ എഴുന്നേൽക്കട്ടെ. Oh, let Jairus' get up. ഫിലദൽഫിയയിൽ യായിറോസുമാർ എവിടെ? Where are the Jairus' in Philadelphia? Oh, Hallelujah. ദൂത് മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തെ I thank God for those who understand. നമുക്ക് this. യായിറോസുമാരാകാം. Let us become മറ്റുള്ളവരുടെ Jairus. നന്മയിൽ സന്തോഷിക്കുക. The people- വേറെ ഒരാളുടെ നന്മയിൽ സന്തോഷിക്കുവാൻ, Let us be happy in someone else. അതിനൊരു കൈത്താങ്ങൽ കൊടുക്കുവാൻ. To just encourage such people. ആമേൻ. Amen. മറ്റൊരാളുടെ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങൽ To കൊടുക്കുവാൻ. give a hand for other people's ministry. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ഈ പെണ്ണുപിള്ള ഏതാ? Who is this lady? ഇത് ഞാൻ പുറത്താക്കിയല്ലേ? Somebody who I cast out. അയ്യേ Aye. എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതല്ല യായിറോസ്. That is not, Jairus doesn't do that. ആമേൻ. Amen. അവൾ വിടുതൽ പ്രാപിക്കുന്ന കണ്ടപ്പോൾ When he saw that she was delivered, യായിറോസ് ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Jairus was praying. ഇത് മുഴുവൻ യേശു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. Jesus is watching all this. നമ്മളെല്ലാം അറിയേണ്ട ഒരു കാര്യം, We should realize something. എല്ലാം ശാന്തമായി ശ്രദ്ധിക്കുന്ന ഒരു യേശു ഉണ്ടെന്നറിയണം. There is a Jesus who observes നമ്മൾ എന്തെല്ലാം everything. കാണിച്ചാലും ഇത് മുഴുവൻ ശാന്തമായി ശ്രദ്ധിക്കുന്ന ഒരു യേശു ഉണ്ടെന്നറിയണം. Whatever we do, Jesus observes. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. I thank God for His work. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കാൻ The ദൈവത്തെ Holy സ്തുതിക്കുന്നു. Spirit is moving. ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ The പോകുകയാണ്. Holy Spirit is going to ചിലർ work. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വർഷങ്ങളായി. Some of you are given application. ദൈവത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വർഷങ്ങളായി. Many years you are given ദൈവത്തോട് ചില application. കാര്യങ്ങൾ പറഞ്ഞിട്ട് വർഷങ്ങളായി. Many years you told ദൈവാത്മാവ് Jesus. സംസാരിക്കുന്ന വിളിക്കുന്ന ചിലരോട് Some people God is നീ speaking. കൊടുത്ത ആപ്ലിക്കേഷൻ കർത്താവ് The സ്വീകരിച്ചിട്ടുണ്ട്. Lord has accepted your പരിശുദ്ധാത്മ application. വ്യക്തമായി പറയുക, The Holy Spirit is telling. താമസിച്ചു പോയി എന്ന് നീ ഭാരപ്പെടണ്ട. Don't be scared. ഇത് Let it പറയാനാ be so. ദൈവം നിന്നെ കൊണ്ടുവന്നത്. This is why God brought ഇന്ന് me. രാത്രി നിന്റെ ആപ്ലിക്കേഷൻ ദൈവം എടുക്കുന്ന രാത്രിയാ. Tonight is a night when നിന്റെ God takes ആപ്ലിക്കേഷൻ your ദൈവം application. എടുക്കുന്ന രാത്രിയാ. Tonight is a night God takes your യായിറോസേ, application. യായിറോസേ, നീ പറഞ്ഞ വിഷയം ദൈവം എടുക്കാൻ പോകുകയാ. God is going to take അതിന്റെ your മറുപടി subject. നീ കാണാൻ You പോകുകയാ. are going to see the reply. Jesus alive. Hallelujah. Thank you, Lord. നിനക്ക് ശേഷം പ്രാർത്ഥിച്ച ചിലരുടെ അത്ഭുതങ്ങൾ നീ കണ്ടു. You saw the miracle of some people after you prayed, they prayed. നിനക്ക് ശേഷം പ്രാർത്ഥിച്ച ചിലർക്ക് ദൈവം വിടുതൽ കൊടുത്തു നീ കണ്ടു. God delivered some people who started praying after you prayed. നീ ദൈവത്തോട് മുട്ടുകുത്തി ചോദിച്ചുണ്ട്, കർത്താവേ എനിക്ക് മാത്രം എന്താ മറുപടി തരാം. Lord, why have you not given me an answer? എങ്കിലും ശാന്ത To put his hand on you, you will sleep. അതിനുശേഷം നീ ഉറങ്ങുമെന്ന് പറഞ്ഞു. After that, you will sleep. കുഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, Let me tell you one thing. നമ്മൾ അതിനകത്തൊന്ന് ഇൻവോൾവ് ആകാത്തോണ്ടാ, It is because we don't get involved in നമ്മൾ that. അതിനകത്തോട് കയറാത്തോണ്ടാ. Because we don't get into fire. ചന്തയുടെ വെളിയിൽ പോയി നിന്നേ. Go stand outside the market. നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലല്ല, നമ്മുടെ കേരളത്തിലെ Not in our style, Kerala style. ഭയങ്കര ബഹളമാണ്. It's a big commotion there. അതുകൊണ്ടാണ് ആൾക്കാർ ചില പറയും ഇതെന്നാ ചന്ത പോലെ. That is why people say, what is this? Like a marketplace. ഒന്ന് നോക്കിയേ, But go inside. അകത്ത് തന്നെ Go inside. തേങ്ങയ്ക്ക് എന്നാ വിലയാണ്, What is the cost of the മീനിന് എന്നാ coconut? വിലയാണ്, What's the cost of the സവാളയ്ക്ക് fish? എന്താ വിലയാണ്. How much is the savala? ഓരോരുത്തർ ചോദിക്കുന്നു, People are അവർ asking. മേടിക്കുന്നു, They are buying. സഞ്ചി നിറയ്ക്കുന്നു, They are filling the bag. പോകുന്നു. They're going. വെളിയിൽ നിൽക്കുന്ന നിനക്ക് Those who are outside, ബഹളമായിട്ട് തോന്നും. they see it as commotion. അകത്ത് കയറിയാൽ But നീ if you're എന്തായാലും inside, മേടിച്ചുകൊണ്ട് പോകും. you will get something and go. അകത്ത് കയറണം നമ്മൾ. ഹല്ലേലൂയ. Hallelujah. ഈ മെസ്സേജിന് അകത്തൊന്ന് കയറിക്കേ, Get into the message. ഇതിനകത്തൊന്ന് കയറിക്കേ. Get into the message. ഇന്ന് രാത്രി നീ വിടുതൽ പ്രാപിച്ചേ പോകൂ, Tonight you will. നീ അനുഗ്രഹം പ്രാപിച്ചേ പോകൂ, നീ നന്മ പ്രാപിച്ചേ പോകൂ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. യേശു യായിറോസിനോട് പറഞ്ഞു, വീട്ടിലോട്ട് പോകാം, വീട്ടിലേക്ക് പോകാം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, താമസിക്കും തോറും വിടുതൽ വലുതാ. യായിറോസ് വെയിറ്റ് ചെയ്തത് കൊണ്ട് യേശു വീട്ടിൽ വരാൻ തയ്യാറായി. ആമേൻ. യായിറോസിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇദ്ദേഹം പള്ളിപ്രമാണിയാണ്, ഇദ്ദേഹത്തിന് വലിയ വലിയ ബന്ധങ്ങളുണ്ട്. അയൽക്കൂട്ടം വന്നിട്ടുണ്ട്, പുരുഷ സേവാ സംഘം വന്നിട്ടുണ്ട്, കോൺഗ്രസിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാർ വന്നിട്ടുണ്ട്, നാട്ടിലെ പ്രധാനപ്പെട്ടവർ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു. ബാൻഡ് സെറ്റുകാർ വന്നിട്ടുണ്ട്, കുഴലൂത്തുകാർ വന്നിട്ടുണ്ട്, ഡാൻസുകാർ വന്നിട്ടുണ്ട്. യഹൂദന്മാരുടെ വീട്ടിൽ മരണം നടക്കുമ്പോൾ നൃത്തക്കാരുണ്ട്, വിലാപക്കാരുണ്ട്, കുഴലൂത്തുകാരുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺട്രാക്റ്റാണ്. അവർ കുഴിച്ചിട്ടാലും കുഴിച്ചിട്ടില്ലേലും പാടും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ യേശു ഇവനോട് പറഞ്ഞു, യായിറോസിനോട് പറഞ്ഞു, വിശ്വസിക്ക മാത്രം ചെയ്യുക. യേശു പറഞ്ഞു,
വിശ്വസിക്ക മാത്രം ചെയ്യുക. Just believe. വിശ്വസിക്ക മാത്രം ചെയ്യുക. Just believe. വിശ്വസിക്ക മാത്രം Just ചെയ്യുക. believe. മറ്റൊന്നും നീ ചിന്തിക്കരുത്. Don't think of anything നിന്റെ else. മനസ്സിൽ കൂടെ വേറെ ഒന്നും പോകരുത്. Let not nothing go through your mind. താമസിച്ചു പോയല്ലോ നോർക്കരുത്. Don't think it is delayed. വേറെ ഒന്നും ചിന്തിക്കരുത്. Don't think of anything else. വിശ്വസിക്ക മാത്രം Just ചെയ്യുക. believe. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. Let me tell you one thing in ഇദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷനകത്ത് ഒരു സുഖമില്ലാതെ കിടന്ന പെണ്ണാണ്. Oh, in the application, the girl who's not well. പക്ഷെ 49ാമത്തെ വാക്യം വായിക്കുമ്പോൾ Verse 39. ഒരു ബാല്യക്കാരൻ വന്ന് പറഞ്ഞു, The servant says, നിന്റെ മകൾ മരിച്ചുപോയി. your daughter's dead. പക്ഷെ ഇത് കേട്ടിട്ടും യായിറോസ് ഭാരപ്പെട്ടില്ല. Even after this, Jairus was not എന്റെ bothered. ആപ്ലിക്കേഷൻ യേശുവിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ My application is with Jesus. രോഗമാണെങ്കിലും മരണമാണെങ്കിലും ഒന്നേ നടക്കൂ. Disease or death, only one thing will take place. ഇന്ന് രാത്രി തമ്പുരാന്റെ കരത്തിൽ നിന്റെ ആപ്ലിക്കേഷൻ ഇരിക്കുമ്പോൾ ഒന്നും വിരോധമായി സംഭവിക്കില്ല. Tonight, if your application is with the Lord, nothing will go against you. Hallelujah. 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 യായിറോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ Oh, go to Jairus. അവിടെ വലിയ ജനക്കൂട്ടമുണ്ട്. There's a big multitude. വന്ന പാടെ As soon as he came, യേശു അകത്തോട്ട് കയറി. Jesus went inside. അപ്പൊ വെളിയിൽ പാട്ട് നടക്കുന്നുണ്ട്. There's a big song going on. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുമാനമുള്ള മരണപ്പാട്ട് വെളിയിൽ There's a നടക്കുന്നുണ്ട്. big song going on. അപ്പൊ യേശു അകത്തോട്ട് കയറി. Jesus went inside. അവിടെ കുറെ വാക്യങ്ങളുടെ എല്ലാം ഞാൻ എടുക്കുന്നില്ല, വേഗത്തിൽ പോകാം. Yeah, I'm going to go quickly. ഒന്ന്, One, ആരവാരത്തെ പുറത്താക്കി. he put all the people who are making sounds out. അടുത്തത്, Next, പരിഹസിക്കുന്നവരെ പുറത്താക്കി. those who are mockers, he threw them out. 3, 3, കരയുന്നവരെ പുറത്താക്കി. those who are crying, he threw them out. കരയുന്നവരെ പുറത്താക്കി. He threw them out. Those who are ആമേൻ, crying, ആമേൻ. കരയുന്നവരെ പുറത്താക്കി. those who are crying, he threw them ബഹളം out. ഉണ്ടാക്കുന്നവരെ പുറത്താക്കി. Those who are making commotion, he threw them out. പരിഹസിക്കുന്നവരെ പുറത്താക്കി. Those who are mocking, he threw them out. ഈ 3 സൈസ് സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭ അനുഗ്രഹിക്കപ്പെടുകയില്ല. If these 3 things are in the church will not be ഇന്ന് blessed. രാത്രി ദൈവസഭ കേട്ടിട്ടേ പോകാവൂ. Tonight, Church of God, listen to ഒന്ന്, this. വെറുതെ ബഹളം ഉണ്ടാക്കുന്നവർ. Some people chumma making noise. രണ്ടാമത്, പരിഹസിക്കുന്നവർ. Mockers. എന്ത് കണ്ടാലും പരിഹസിക്കുന്നവർ. Whatever you do, they make fun of you. സങ്കീർത്തനം വായിച്ചാലും പരിഹസിക്കും, പ്രസംഗിച്ചാലും പരിഹസിക്കും, പാട്ട് പാടിയാലും പരിഹസിക്കുന്നവർ സഭയ്ക്കകത്തുണ്ടോ? Whatever. സഭ അനുഗ്രഹിക്കപ്പെടില്ല. If people like that are in the church cannot be Oh! blessed. ആമേൻ. യേശുവിനെ പുറത്താക്കി. Jesus cast them out. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. The Holy Spirit says, നമ്മുടെ അകത്തും ഇങ്ങനെ ചിലത് കിടപ്പുണ്ട്. inside us there is something. അതിനെ പുറത്താക്കാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. Somewhere thrown out, we have to be blessed. നമ്മുടെ അകത്തൊരു പരിഹാസി കിടപ്പുണ്ട്. There is a mocker inside us. നമ്മുടെ അകത്തൊരു ആരവാരം കിടപ്പുണ്ട്. There is an unnecessary commotion. നമ്മുടെ in us. അകത്ത് ചില കരച്ചിൽ കിടപ്പുണ്ട്. There are some unnecessary ഇന്ന് tears. പുറത്താക്കാമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുക. Today, if you cast it out, Jesus will bless you. Amen. ഹല്ലേലൂയ. Hallelujah. തീർന്നില്ല. Amen. ആരവാരത്തെ പുറത്താക്കി. The multitude were cast out. പരിഹാസിയെ പുറത്താക്കി. The mocker were cast out. കരയുന്നവരെ പുറത്താക്കി. Those who were crying were cast out. പത്രോസിനെ അകത്താക്കി. Peter came inside. ഈ യോഹന്നാനെ അകത്താക്കി. John came in. യാക്കോബിനെ അകത്താക്കി. James came in. യാക്കോബ് സമം വിശ്വാസം. James is equal to faith. യോഹന്നാൻ സമം സ്നേഹം. John is equal to love. പത്രോസ് സമം പ്രത്യാശ. Oh, Peter is equal to hope. ആരവാരം പുറത്ത്. The multitude out. പരിഹാസി പുറത്ത്. The mocker out. കരച്ചില് പുറത്ത്. The tears out. വിശ്വാസം അകത്ത്. Faith inside. പ്രത്യാശ അകത്ത്. Expectation സ്നേഹം അകത്ത്. inside. Love inside. പുറത്താകണം, പുറത്താകണം. അകത്താകണം. Hallelujah. 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 ഓ ശബലമസ്യ. Hallelujah. വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, If you need to be blessed, കുടുംബം if അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, your family needs to be blessed, ജീവിതം if അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, your life needs to be blessed, പുറത്താകേണ്ടത് പുറത്താകണം. what needs to be thrown out must be അകത്താകേണ്ടത് thrown out. അകത്താകണം. And what must be inside must be inside. ആമേൻ. Hallelujah. വിശ്വാസവും പ്രത്യാശ സ്നേഹം അകത്ത് കയറി. Oh, love, faith, expectation came inside. യേശു അകത്ത്. Jesus inside. യായിറോസ് അകത്ത്. Jairus inside. ഭാര്യ അകത്ത്. A wife inside. വിടുതൽ പ്രാപിക്കണമെന്നുള്ളവരെല്ലാം അകത്ത്. Those who are in for deliverance inside. കുഴിച്ചിടണമെന്നുള്ളവരെല്ലാം പുറത്ത്. Amen, 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 amen. Those who want to dig are out. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് പിടികിട്ടി? ശവമഞ്ചം പുറത്ത്. ശവമഞ്ചം പുറത്ത്. The coffin is outside. കരയുന്നവർ പുറത്ത്. Those who are crying പരിഹാസി outside. പുറത്ത്. The mocker is outside. Hallelujah. വെളിയിലിരിക്കുന്നവർ പറഞ്ഞു, Those who are outside said, റീത്തും കൊണ്ട് വന്നവർ ക്യൂ ആയിട്ട് നിൽക്കണം. those who have come with the wreath stand in a queue. ഉപദേശകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. The pastor is praying inside. അവരെ മൈക്ക് കിട്ടിയാൽ പെട്ടെന്ന് തരികയല്ല. If they get the mic, they won't give quickly. കഥക് തുറന്ന ഉടനെ ഞങ്ങൾ മൈക്കിങ് മേടിക്കും. As soon as the door is open, we'll take the mic. Praise the കഥക് Lord. തുറക്കുകയും ഉപദേശിയോട് മൈക്ക് ഞങ്ങൾക്ക് മേടിക്കും. The minute the door is open, we'll take the mic from the പിന്നെ teacher. മൈക്ക് കൊടുക്കുകയില്ല. Then we'll not give the mic. അത് കഴിഞ്ഞ് പേര് വിളിക്കും. Then the name will be called. അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ റീത്ത് വെക്കണം. When you say the neighborhood, you put a wreath. പുരുഷ സേവാ സംഘം എന്ന് പറയുമ്പോൾ നിങ്ങൾ When you say men's club, you should put a wreath. കരയോഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ വരണം. When you say the land people, put a wreath. ലയൺസ് ക്ലബ് എന്ന് പറയുമ്പോൾ സിംഹം എല്ലാം When you say the Lions Club, all the lions must come.
and put- എല്ലാരും വന്ന് റീത്ത് വെക്കണം. now they should all come and put the wreath. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബാൻഡ് സെറ്റില് After that, the band set. മുമ്പേ മുമ്പേ ആ പാട്ട് പാടും. Praise the Lord. ആമേൻ. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ ശവം എടുക്കും. Praise the Lord. After that, the body will be taken. ഇങ്ങനെ വെളിയിൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. So they were all planning outside. പുറത്ത് ഈ പ്ലാൻ നടക്കുമ്പോൾ When a plan was അകത്തൊരു ഉയർപ്പ് നടക്കുക. in the inside, something was happening. പുറത്ത് ഇത് നടക്കുമ്പോൾ അകത്ത് ഉയർപ്പ് നടക്കുക. Inside, resurrection is taking place. ലോകം എന്തും പറയട്ടെ, Let the world say anything. പുറത്ത് എന്തും പറയട്ടെ, Whatever they say നീ അത് outside, കാര്യമാക്കണ്ട. don't worry about it. പുറം പറയട്ടെ, Let them say. ലോകം പറയട്ടെ, Let them say. അകത്തെന്ത് നടക്കുന്നുവെന്ന് നോക്കിയാൽ മതി. Hallelujah. അകത്തെന്ത് നട- ഉവ്വ, ശിവബല, See what is happening Whoa. inside. Glory. Glory. സന്തോഷമുണ്ടോ? ഉണ്ട്. സന്തോഷമുണ്ടോ? ഉണ്ട്. സന്തോഷമുണ്ടോ? ഉണ്ട്. സന്തോഷമുണ്ടോ? ഉണ്ട്. ലോകം എന്ത് പറയട്ടെ, Let the world say. മനുഷ്യരെന്ത് പറയട്ടെ, Let the people say. നിന്റെ അകത്തെന്ത് നടക്കുന്നുവെന്ന് നോക്കിയാൽ മതി. Look at what is happening inside. Amen. Hallelujah. 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 Glory. Jesus is winning again. Oh. Hallelujah. Oh. Oh, hallelujah. സ്തോത്രം. Sotra, 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 Sotram. sotra. Sotram. എനിക്ക് ഇതിനകത്തൊരു ഡാൻസ് ഒക്കെ ചെയ്താൽ കൊള്ളാം. Go ahead. I would like to dance. ആമേൻ. Hallelujah. ഓ, എന്തൊരു സന്തോഷം. Oh, so happy. ആമേൻ. Amen. ആരുടെ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കണ്ട. Don't expect anybody's ആരുടെ certificate. സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കണ്ട. Don't look for certificates. ആരും നല്ല സർട്ടിഫിക്കറ്റ് വരുമെന്ന് വിചാരിക്കണ്ട. Don't expect good പുറം certificates. എന്തും പറയട്ടെ, Let the world say. അകത്തെന്ത് പറയുന്നു. What does it say ഇന്ന് inside? നമ്മുടെ അകം പറയട്ടെ, Let the inside ഒരു അത്ഭുതം നടക്കാൻ പോകുകയാ. A miracle take place. ഉയർപ്പ് നടക്കാൻ പോകുകയാ. A miracle take place. ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. God is going to work. ഓ, Thank you, Lord. Thank you, Lord. ആമേൻ. Amen. സാഹചര്യം എതിരായിക്കോട്ടെ, Let circumstances be സാഹചര്യം against. എതിരായിക്കോട്ടെ, Let circumstances be നമ്മൾ against. വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന നിയമങ്ങൾ ഇവിടെ ഒരുപക്ഷെ കാണുകയില്ല. Maybe think the law will പക്ഷേ not help you. മൊർദെഖായിയെ മാനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ രാജാവിനെ കൊണ്ട് നിയമം തിരുത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് Hallelujah. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. Hallelujah. The Lord says, if God wants to honor Mordecai, the Lord will do it. Yes. ഹല്ലേലൂയ. Somebody shout an ഹല്ലേലൂയ. amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് ആത്മാ പറയുന്നു, ദൂത് ഏറ്റെടുത്തു. The Holy Spirit ധൈര്യം takes it. ഏറ്റെടുത്തോ. The Holy Spirit take it. സ്തോത്രം. Sotram. ഈ മുറിക്കകത്തിരിക്കുന്നവരോട് ദൈവം The സംസാരിക്കുന്നു. Lord is speaking to you inside the room. എനിക്ക് അറിയാവുന്ന ഒരു പ്രസംഗം പറയാനല്ല ഞാൻ I വന്നിരിക്കുന്നത്. did not come to preach a message I know. എന്റെ ദൈവം സംസാരിക്കുന്ന പറയാനാ. To speak what my God എനിക്ക് says. വ്യക്തമായിട്ട് അറിയാം. I know clearly. ഞാൻ ഉപവാസത്തോടെ ദൈവത്തിന് നിൽക്കുന്നേ. I am in the presence of God with മണിക്കൂറുകൾ fasting. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ നിൽക്കുന്നത്. I am here after spending എന്റെ time in prayer. ദൈവം പറയുന്നതിനകത്ത് വിടുതലുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. I know there is deliverance in എന്റെ what ദൈവം my പറയുന്ന God വാക്കിനകത്ത് says. വിടുതലുണ്ടെന്ന് ഉറപ്പാ. There is deliverance for us tonight. Glory. ആമേൻ. Jesus. ആമേൻ. Amen. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ പൂമേടയിലെ ശീമോനെ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാ. I am going to mix Simon of Pumeda with all this. ആമേൻ. വെളിയിൽ ആളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. So all the people are outside. ആമേൻ. Amen. ഈ സമയത്ത് കൊച്ചെഴുന്നേറ്റു. The child got up. യേശു പറഞ്ഞു, Jesus said, അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. give us something to eat. അകത്ത് വിരുന്ന് നടക്കുക. There's a feast going on inside. ആമേൻ. Hallelujah. Hallelujah. കതക് തുറക്കുമ്പം When you open the door, ശവമടക്കാൻ ഇവിടെ ആൾ റെഡിയായി നിൽക്കുക. people are waiting to bury us. മഞ്ചൽ എടുക്കേണ്ടവർ പേര്. The name of those who have to take the coffin. കറിയാച്ച മലത്തെ സൈഡിൽ പിടിക്കണം. On the right side, ഔസേപ്പച്ചൻ ഇടത്തെ സൈഡിൽ പിടിക്കണം. Ausapachan on the left side. കൊച്ചിന്റെ അമ്മാച്ചൻ പുറകോസ്ത് പിടിക്കണം. The child's അങ്ങനെ uncle- മഞ്ചൽ പിടിക്കുന്നവരുടെ പേര് വരെ ലിസ്റ്റ് വരെ തയ്യാറാക്കി They have made all the order of എല്ലാം people. റെഡിയായി നിൽക്കുക. Everything is waiting. അകത്ത് വിരുന്നൊരുങ്ങുക. People are trying to bury you, but inside feasting is taking place. മരിച്ചുയർത്ത കൊച്ചിന് വീട്ടിലുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടി അമ്മ വിരുന്നു കൊടുത്തോണ്ടിരിക്കുക. The mother is giving a feast for all the people inside Jairus' house. Outside they are getting ready for the coffin. ഹല്ലേലൂയ. Hallelujah. ആ കതകിന് 2 ഇഞ്ച് വലിപ്പമേ ഉള്ളൂ. That door has only 2 inch. 2 ഇഞ്ച് വലിപ്പമേ ഉള്ളൂ. Only 2 inch. പുറത്ത് കാഫിൻ ബോക്സ് ശവപ്പെട്ടി, Outside the coffin box. അകത്ത് ഉയർപ്പ. Inside there is resurrection. പുറത്ത് നിൽക്കുന്നവർക്ക് Those who are standing outside, 2 ഇഞ്ച് അപ്പുറത്ത് നടക്കുന്ന വിടുതൽ കാണാനുള്ള വിശ്വാസമില്ല. they don't have the faith to see the deliverance happening inside the room. നമ്മളും വിടുതലും തമ്മിൽ 2 ഇഞ്ച് അകലമേ ഉള്ളൂ. Between us and deliverance, only 2 inch. 2 ഇഞ്ച് അകലമേ ഉള്ളൂ. There is only 2 inch. ഓ, അപ്പുറത്ത് വിടുതൽ നടക്കുന്നുണ്ട്. There is a deliverance taking place. അപ്പുറത്ത് വിടുതൽ There is നടക്കുന്നുണ്ട്. deliverance taking place. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. This is our problem. ആമേൻ. Amen. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു.
When the church prayed together, പത്രോസിനെ വിടുവിക്കണേ. Peter, let it be released. അപ്പോസ്തലപ്രവൃത്തി 12. Acts 12. ദൂതൻ പത്രോസിനെ വിടുവിച്ചു. Oh, the angel released Peter. പത്രോസ് കതകിന്റെ വെളിയിൽ നിൽപ്പുണ്ട്. Peter is standing outside the gate. പ്രാർത്ഥിക്കുന്നവരകത്ത്, Those who are praying inside, പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി 2 ഇഞ്ച് കതകിന്റെ പുറത്ത്. the reply is 2 inch outside the door. കതകിന് 2 ഇഞ്ച് വലിപ്പമേ ഉള്ളൂ. 2 inch for the door. വെളിയിൽ മറുപടി നിൽപ്പുണ്ട്. The reply is outside. പ്രാർത്ഥിച്ചവരകത്ത് നിൽപ്പുണ്ട്. Those who are praying are inside. അതിൽ ഒരു കൊച്ചു പറയുന്നു, അവളുടെ പേര് രോധ. Rhoda, the one girl says. അവൾ പറയുന്നു പത്രോസ് വെളിയിലുണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചതിന്റെ മറുപടി വെളിയിലുണ്ട്. She said Peter is outside. In other words, the reply. പാവ ആ കൊച്ചിനോട് ഇവര് പറയുന്നു നിനക്ക് വട്ടാണ്. They are telling this girl, you're crazy. ഈ വിടുതൽ പറയുന്നവർക്കെല്ലാം വട്ടാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത്. Those who talk about deliverance, they're all crook, ഹല്ലേലൂയ. crazy people. ആമേൻ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Listen, listen, listen. പത്രോസ് വെളിയിൽ നിൽപ്പുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചു 12-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുക. പത്രോസ് വെളിയിൽ നിൽപ്പുണ്ട്. Peter is outside. ഇവരെന്തിനാ പ്രാർത്ഥിച്ചേ? Why did they pray? ഒന്നടങ്കം പ്രാർത്ഥിച്ചെന്തിനാ? Why did they pray? പ്രാർത്ഥിച്ച ഒറ്റ വിഷയത്തിനാ. One thing. ഞങ്ങളുടെ അപ്പോസ്തലനായ Our apostle പത്രോസിനെ Peter, വിടുവിക്കണേ. you should come. അവര് പ്രാർത്ഥിക്കുമ്പോഴും When they prayed, വിടുവിക്കുമെന്നോ വരുമെന്നോ ഓരോ ഉറപ്പുമില്ല. these people had no faith when they prayed that Peter should be released from the jail. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കൈപോക്കണ്ട. Praise the Lord. Don't look for people who pray like that. നമ്മൾ പ്രാർത്ഥിച്ചാൽ When we pray, മറുപടി ഉണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. remember there is an answer. കതകിൽ കൊട്ടിയാൽ If somebody അത് knocks, മറുപടിയാണെന്ന് വിശ്വസിക്കണം. remember there is an ഈ answer to prayer. ദിവസങ്ങളിൽ In these days, നിന്റെ കതകിന്മേൽ മറുപടി വരാൻ പോകുകയാ. there is a reply going to your door. നിനക്കൊരു നോക്ക് കേൾക്കാമെന്ന് രാത്രി. Oh, tonight you can hear a knock. നിനക്ക് കേൾക്കാം, ഒരു ശബ്ദം കേൾക്കാം. You can hear a sound. ദൈവം അയച്ച മറുപടിയുടെ ശബ്ദം. The sound of the reply sent by God. ദൈവം അയച്ച മറുപടിയുടെ ശബ്ദം. The sound of the reply sent by God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. I'm going to stop. പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. We are going to pray. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ We പോകുകയാ. are going to give ourselves to the Lord. പരിശുദ്ധാത്മാവിനെ നമ്മെ വിട്ടുകൊടുക്കാൻ We പോകുകയാ. are going to give ourselves to the Holy Ghost. മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാ. We are coming to the last part. ദൈവത്തിന്റെ സമയം. The time of ദൈവത്തിന്റെ God. സമയം. The time of അനവധി God. വിഷയങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. Oh, we have to talk many അനവധി things. കാര്യങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. Many things we have to എന്നാൽ talk. ഞാൻ പെട്ടെന്ന് ചില വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ Quickly, പോകുകയാ. tonight I'm stopping. തമ്പുരാന്റെ സമയമായാൽ The time of the Lord. ആർക്കും തടയാൻ കഴിയില്ല. Nobody can stop. ആർക്കും തടയാൻ കഴിയില്ല. Nobody can stop. ഇതാ കതക് തുറക്കുകയാ. The door is opening. കതക് തുറക്കുകയാ. The door is opening. ദൈവത്തിന്റെ മറുപടി. The Lord's reply. അത് ശവമല്ല, That is not a coffin. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കുഞ്ഞാണ്. That's a child resurrected. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ കതക് തുറക്കട്ടെ. Tonight let your open door നിന്റെ open. വിശ്വാസത്തിന്റെ കതക് തുറക്കാം. May your door of faith open. നിന്റെ വിശ്വാസത്തിന്റെ കതക് തുറക്കാം. Oh, may your door open. നിന്റെ വിശ്വാസത്തിന്റെ കതക് Oh, തുറക്കാം. to open the door of faith. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. The grace of God is going to ദൈവപ്രവൃത്തി come. വെളിപ്പെടാൻ പോകുകയാ. The grace of God will manifest. Greetings, Lord. We receive you. പുറത്ത് കാത്തു നിന്നവർ ഇളിഭ്യരായി. Those who are waiting outside for your coffin are disappointed. ഞാൻ ഒരു ചിന്തയുടെ എന്റെ ചൂടിച്ചപ്പത്ത് പറയട്ടെ. Let me add something to that. എങ്ങനെ നമുക്ക് കർത്താവിന്റെ സമയം തിരിച്ചറിയാം? How can we know the time of God? അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമോ? Can we know something? അങ്ങനെയും കൂടെ ഒരു ദൂത് പറഞ്ഞിട്ട് Let അവസാനിപ്പിക്കാം. me tell you a message on that. ഒത്തിരി പറയുവാനുണ്ട്. So much to say. നാളെ പകല്, Tomorrow morning, നാളെ രാത്രി, tomorrow night, ഞായറാഴ്ച പകല്, tomorrow morning, ഞായറാഴ്ച രാത്രി Sunday evening. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. I am with you. ആമേൻ. Amen. നമുക്ക് കേൾക്കാം ഇഷ്ടം പോലെ. We will be able to കർത്താവ് listen. സംസാരിക്കും. May the Lord speak. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞില്ല. There is no wine in the guest in the wedding home. കർത്താവ് പറഞ്ഞു, Jesus said, എന്റെ നാഴിക വന്നിട്ടില്ല. my time has not yet come. ചോദിക്കാം, You can ask ദൈവമേ God, നിന്റെ സമയം എപ്പോഴാണ്? when is your time? Amen. Hallelujah. ആമേൻ. Yes, Lord. ദൈവമേ We receive. എന്റെ സമയം എപ്പോഴാണ്? Lord, we can ask, when is my time? എന്റെ വീട്ടിൽ വീഞ്ഞില്ല. There is no wine in my house. അടുത്ത പന്തിക്ക് ആളിരിക്കുമ്പോൾ Oh, when the next group of people കൊടുക്കാൻ are വീഞ്ഞില്ല. coming, I have no wine. കർത്താവ് പറഞ്ഞു, The Lord said, എന്റെ സമയം ആയിട്ടില്ല. my time is not yet. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ. Tonight, let me tell you this. ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ എന്താ? You know what God's time? നീ നാണം കെട്ടിട്ടല്ല ദൈവത്തിന്റെ സമയം വരുന്നേ. God's time doesn't come when you are അടുത്ത ashamed. പന്തിക്ക് ഇരിക്കുന്നവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീഞ്ഞു കൊടുത്തിരിക്കും. The Lord is always on time. You will not be ashamed. എന്നിട്ടും ഒരു താമസം വന്നില്ലേ? Even then, was there a delay? എന്നിട്ടും ഒരു താമസം വന്നില്ലേ? Was there a delay in that? എന്തുകൊണ്ട് താമസം? Why? പാത്രം കിട്ടാത്തത് കൊണ്ട്. Because the vessels were not ready. ഇന്ന് രാത്രി Tonight, ദൈവത്തിന്റെ സമയമായി. God's time. പക്ഷേ ഇനി എന്താ താമസം? You know what's going to happen? ഇനി എന്താ താമസം? What is going to delay? ഒറ്റ താമസം. One delay. പാത്രം കിട്ടാത്തത് കൊണ്ട്. Because the vessel is not ഇന്ന് there. രാത്രി ഒന്ന് പറഞ്ഞേ, Tonight say, കർത്താവേ, Lord, ഫിലദൽഫിയ അനുഗ്രഹിക്കാൻ
To bless Philadelphia. ഫിലദൽഫിയയുടെ നിന്ന മാറ്റാൻ. To remove the shame of Philadelphia. ഞാനൊരു പാത്രമാകാം. I am ready to be a vessel. എന്റെ അകത്ത് വീഞ്ഞുണ്ടാക്കണമേ. Let the wine be in me. ആ സന്തോഷത്തിന്റെ വീഞ്ഞ് എന്റെ അകത്തുണ്ടാക്കണമേ. Let the wine of happiness be in me. പാത്രമാകാൻ ഞാൻ തയ്യാറാണ്. I am ready to be a vessel. പാത്രം കിട്ടാൻ താമസിക്കും തോറും അത്ഭുതം താമസിക്കും. The more you delay, the more ദൈവത്തിന്റെ സമയമുണ്ട്. God's time is there. എന്നാൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. There are some things we നമ്മൾ should do. ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. There are some things we should do. ഹല്ലേലൂയ. Hallelujah. മുൻപോട്ട് പോകട്ടെ. Let's go forward. ദൈവാത്മാവിനെ ഹേമിക്കുന്നോട് ഒരു ചിന്ത കൂടെ The പങ്കുവെക്കാം. Holy Spirit is telling me. ആമേൻ. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു നിന്നു. Jesus came to the. യേശു വിളിച്ചു. Jesus said, ലാസറേ, Lazarus, പുറത്തു വാ. come out. ലാസർ പുറത്തു വന്നു. Lazarus came out. നോ, വന്നില്ല. He didn't come out. ലാസർ വന്നില്ല. Lazarus didn't come out. പക്ഷേ മരിച്ചവൻ പുറത്തു വന്നു എന്ന് ബൈബിളിലുണ്ട്. The Bible says the one who died came out. അദ്ദേഹത്തിന്റെ പേര് ലാസറാണ്. His name is Lazarus. വിളിച്ചത് ലാസറിനെയാണ്. Lazarus was പക്ഷെ called, വന്നത് മരിച്ചവനാണ്. but the dead man came. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതി? Why did the Holy Spirit അവന്റെ say? കയ്യും കാലും ഉറുമാലും കൊണ്ട് കെട്ടിയിരുന്നു. ആമേൻ. Somebody shout an amen. ഒരു കാര്യം മറന്നു പോകരുത്. Never forget one thing. നിന്റെ മുഖത്തുറുമാല് കിടക്കുന്നിടത്തോളം, As long as your face is കയ്യും covered, കാലും as കെട്ടിയിരിക്കുന്നിടത്തോളം, long as your hand and leg is covered, നിന്റെ പേര് മരിച്ചവൻ your തന്നെയാണ്. name is dead. Ah, praise the Lord. ഞാൻ സഭയ്ക്കകത്താണ്. I'm in the church. ഞാൻ ക്രിസ്ത്യാനിയാണ്. I'm a believer. എന്റെ ബൈബിൾ ഉണ്ട്. I have the Bible. ഞായറാഴ്ച വരാറുണ്ട്. I come on എന്റെ Sunday. പേര് ക്രിസ്ത്യൻ പേരാണ്. My name is a ഇതൊന്നും Christian കാര്യമല്ല. name. These things have no value. വിളിച്ചത് യേശുവാണ്. Jesus called. യേശു വിളിച്ചതാണ്. Jesus called. പക്ഷേ യേശുവിനെ കണ്ടിട്ടില്ല. But never seen Jesus. മുഖത്തുറുമാല് കിടക്കുക. The face is full of coffin clothes. ആമേൻ. Man. ചോദ്യം, Question. കർത്താവേ, Lord, ഈ മരിച്ചവനെ, the one who died, 4 ദിവസമായവനെ, after 4 days, നാറ്റം വെച്ചവനെ the one who's stinking, ഉയർപ്പിക്കാൻ അറിയില്ലേ? you know how to raise him? അതെ, അറിയാം. Yes, I know. എങ്കിൽ പിന്നെ അവന്റെ ഉറുമാല് മാറ്റരുതോ? Why don't you remove the coffin കർത്താവിന്റെ clothes? മറുപടി, The Lord's reply, നിങ്ങൾ കെട്ടിയത് നിങ്ങൾ തന്നെ മാറ്റണം. what you tied, you have to take it ഇന്ന് away. രാത്രി ചില കെട്ടുകൾ നമ്മൾ തന്നെ അഴിക്കണം. Tonight we must remove our own coffin clothes. ഉയർപ്പിക്കാൻ ദൈവശക്തനാണ്. God is capable. വിടുവിക്കാൻ God ദൈവശക്തനാണ്. is capable. എന്നാൽ ഇന്ന് രാത്രി ചില കെട്ടുകൾ നമ്മൾ അഴിക്കാനുണ്ട്. Tonight we have to release നമ്മുടേതായ ചില ചിന്തകളുടെ കെട്ടുകൾ, our own thought life. നമ്മുടെ പഞ്ചേന്ദ്രിയം കെട്ടിയ കെട്ടുകൾ, Oh, some of the things which are senses നമ്മുടെ are tied. നാവ് കൊണ്ട് പറഞ്ഞു പോയ ചില വാക്കുകളുടെ കെട്ടുകൾ Some of the curse words which you have used. അഴിയട്ടെ. Let it break tonight. അഴിയട്ടെ. Let it break tonight. അഴിയട്ടെ. Let it break tonight. ഇത് ദൈവത്തിന്റെ ദിവസമാണ്. This is the day of God. ഇത് ദൈവത്തിന്റെ ദിവസമാണ്. Day of God. ദൈവത്തിന്റെ സമയമാണ്. Oh, this is the time of God. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many people are happy? ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. God is a God of അത്ഭുതങ്ങളുടെ ദൈവമാണ്. He's a God of എന്റെ miracles. കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ My ശക്തനാണ്. Jesus is capable to work ഇതിന്റെ മധ്യ tonight. ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. God is touching people. ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. God is touching lives. എല്ലാ കണ്ണുകളും അടയ്ക്കാം. All the eyes closed. എല്ലാ കണ്ണുകളും All the അടച്ചാട്ടെ. eyes closed. കർത്താവേ, നിന്റെ സമയമായി. Lord, your time. ഞാൻ വിട്ടുതരുന്ന നാഥനെ, Here I release ഒരു myself. വെങ്കൽ ഭരണി ഉടയട്ടെ എന്ന് രാത്രി. Oh, tonight let a marble thing be broken. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ പൂമേടയിലെ ശീമോന്റെ വീട്ടിൽ അവൻ വിരുന്നൊരുക്കി. He prepared a feast in the house of Simon. പക്ഷെ അത് അവന് പ്രയോജനപ്പെട്ടില്ല. It was no feast for good for him. എന്നാൽ യായൂറോസിന്റെ വീട്ടിൽ കർത്താവ് ഒരു വിരുന്നൊരുക്കി. But in the house of Jairus, the Lord opened a feast. അത് അവന് It പ്രയോജനപ്പെട്ടു. was good for him. ഇന്ന് രാത്രി Tonight, എന്റെ ദൈവം നമുക്ക് ചില വിരുന്നൊരുക്കാൻ the പോകുകയാണ്. Lord is going to prepare a അവൻ feast for us. ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്നു. Hallelujah. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Amen. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Amen. സന്തോഷമുള്ളവർ ദൈവത്തെ Those who സ്തുതിച്ചാട്ടെ. are happy, praise the Lord. അബ്ശമന റഗതന ഭവാനംദല ബൗഡ രമലവ ശാദകൾ അടമന ബൗഡ ഭവനവ ശാദഗന്ധര ബൗഡേ രമലവ ശാദകൾ അദഗ റഗദേ റഗംധനെ ബൗഡേ രമലവ ശാദകൾ അബ്ശമന റഗദ റഗംധന ബൗഡ ഭവനവ ദീഗമന്ദേ രമന്ദലേ ബൗഡേ രമലവ ശാദകൾ അബ്ശമന റഗദ റഗംധന ബൗഡേ രമലവ ശാദകൾ ഉടമന ബൗഡ ഭവനവ ശാദഗന്ധര പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ദൈവശക്തി 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 വിട്ടുകൊടുക്ക ശരീരങ്ങളെ ദൈവാത്മാവിന് വിട്ടുകൊടുക്ക ദൈവാത്മാവിന് വിട്ടുകൊടുക്ക യെസ് Yes, Lord. Take us, Lord. എല്ലാ കണ്ണുകളും അടയ്ക്കാം. Let all the eyes be closed. എല്ലാ കണ്ണുകളും അടയ്ക്കാം. Let all the eyes be closed. എന്റെ കർത്താവിന്റെ സാന്നിധ്യം, My Jesus and his presence. ഇതിനകത്തൂടെ എന്റെ യേശു നടക്കുന്നു. My Jesus is walking. നിന്റെ അരികിലൂടെ എന്റെ യേശു He വരുന്നു. is walking near you. കർത്താവ് നിന്റെ സമീപത്തുകൂടി. The Lord is near you. യേശുവിനോട് നീ ഒന്ന് പറ, Tell Jesus, എന്നെ തൊടാതെ കടന്നു പോകല്ലേ. Lord, don't go without touching me. എന്റെ അപ്പ, My Father, എന്റെ പ്രാണനാഥനെ, my precious one. കർത്താവ് എന്നെ തൊടാതെ പോകല്ലേ. Lord,
touch me and ഞാൻ go. ആർത്തിയോടെ വന്നതാണ്. I come with a great ഞാൻ expectation. ആർത്തിയോടെ വന്നതാണ്. Great expectation, Lord. കർത്താവേ, ഇന്ന് രാത്രി എന്നെ തൊടണമേ. Oh, touch me. ഇതെന്റെ സമയമാണെന്ന് എനിക്കറിയാം. I know this is my time. ഇതെന്റെ ദിവസമാണെന്ന് I know എനിക്കറിയാം. this is my നീ day. എന്നോടാണ് സംസാരിച്ചെന്ന് I know you എനിക്കറിയാം. spoke to me. എന്റെ തലയിൽ നീ തൊട്ടില്ലെങ്കിലും If you don't touch my head, ഒരു പ്രവാചകൻ എന്റെ തലയിൽ തൊടുന്നത് പോലെ നീ എന്നോട് സംസാരിച്ചല്ലോ. oh, speak to me as a prophet touches me. അതെന്നോട് സംസാരിച്ച ദൂതാണ്. As though speaking to me. ഞാൻ എന്നെ വിട്ടുതരുന്നപ്പനെ. Here I give myself. ഞാൻ എന്നെ വിട്ടുതരുന്നപ്പനെ. Here I give myself. കർത്താവേ, Lord. ഈ രാത്രി എന്നെ തൊടണമേ. Lord, touch me. എന്നെ തൊടണമേ. Touch. ഇതിന് രോഗികളായിട്ട് ചിലർ വന്നിട്ടുണ്ട്. There are some who are കർത്താവ് sick. അവരെ സ്പർശിക്കുകയാണ്. The Lord is touching. ദൈവാത്മാവ് നിന്നെ തൊടുകയാണ്. The Holy Spirit touching you. ലോകത്തിന്റെ ഡോക്ടർമാരുടെ കത്തി നിന്റെ ശരീരത്ത് വെക്കാൻ ദൈവം അനുവദിക്കില്ല. God will not allow the surgeons to put their knife on your എന്റെ body. കർത്താവ് ഇന്ന് രാത്രി ചിലത് കരിച്ചു കളയുന്നു. My Jesus is burning യേശു something ക്രിസ്തുവിന്റെ tonight. നാമത്തിൽ ചില ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നു. In the name of Jesus, some tumors are going away. ഇന്ന് രാത്രി അത് അപ്രത്യക്ഷമാകട്ടെ. Tonight, let it disappear. അതിന് നിന്റെ ശരീരത്ത് കാണുകയില്ല. It will not be on your body അത് anymore. മാറിപ്പോകുന്നു. It is moving. അത് മാറിപ്പോകുന്നു. It is moving. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. In the name of Jesus, let miracles ദൈവത്തിന്റെ happen. പരിശുദ്ധാത്മാവ് തൊടുന്നു. Let the Holy Spirit touch. യൂറിനറി ബ്ലാഡറിലെ ചില സ്റ്റോൺസ് ദൈവം കരിച്ചു കളയുന്നു. ഇന്ന് God രാത്രി. is burning urinary bladder stones. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Tonight when you pray, എന്റെ കർത്താവ് നിന്നെ തൊടുകയാണ്. the Lord is touching ഇത് you. വിടുതലിന്റെ രാത്രിയാ. Tonight is the night യേശു of സ്പർശിക്കുന്ന രാത്രിയാ. Jesus. വിശ്വസിച്ചുകൊണ്ട് നീ നിന്റെ കൈവച്ചുകൊള്ളുക. Oh, rababababababas. നിന്റെ ശരീരത്തിൽ നിന്റെ കൈവച്ചുകൊള്ളുക. Put your hand on ഒരു your ദൈവ body. ശക്തി വ്യാപരിക്കുന്നുണ്ട്. Power of God is coming. പരിശുദ്ധാത്മാവ് ചില കിഡ്നികളെ തൊടുകയാണ്. Holy Spirit is touching some kidneys. ക്രിയാറ്റിന്റെ വേരിയേഷൻ ഇന്ന് രാത്രി കർത്താവ് മാറ്റിക്കളയുന്നു. The Lord is removing the variation of the creatinine. ഇന്ന് രാത്രി അങ്ങനെ തന്നെ ദൈവം സംസാരിക്കുന്നു. Tonight the Lord is speaking exactly like that. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ The ഇടപെടുകയാണ്. Holy Spirit is saying ദൈവ exactly. ശക്തി വ്യാപരിക്കട്ടെ. The power of God. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. The power of God. പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതിനാൽ The സ്തോത്രം. Holy Spirit touching. ദൈവ കൃപ വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. Hey, the grace ദൈവ come. കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താട്ടെ. Oh, let the grace of God. ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Give it to your Holy ഓ, Spirit. ശമനസ്യാദക. Thank you, Lord. ഹല്ലേലൂയ. Rababarasakababarabashara. ആമേൻ. Amen. സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് According to the fixation of time, കടന്നു വന്ന ജനത്തിന് പഞ്ച്വലായിട്ട് മടങ്ങി പോകേണ്ടത് കൊണ്ടും so that you have to go back in time, ഞാൻ ഇപ്പോൾ പൊതുവിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. I'm just going to pray in public now. എന്നാൽ But ആവശ്യമുള്ളവർക്ക് പോകാം. those who want to leave after that can go. എന്നാൽ അത്യാവശ്യമുള്ളവർ നിൽക്കണം. But those who are in a hurry, stay. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഹേമിക്കുന്നുണ്ടെങ്കിൽ, If the Holy Spirit urges you to stand back and pray, ഇത് നിർബന്ധത്താലുള്ള പ്രാർത്ഥനയല്ല. this is not something by compulsion. നിങ്ങളിൽ വിശ്വാസം ഉണ്ട് വർദ്ധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ If അസാധ്യമായിട്ടൊന്നും. you have faith rising up in you, God will work. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കും. Tonight, I'm going to pray for you. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോകേണ്ടവർക്ക് പോകുവാനും നിൽക്കേണ്ടവർക്ക് നിൽക്കുവാനുമാണ്. Those who want to stay, you can stay after the prayer. Those who want to leave, എല്ലാ you കണ്ണുകളും can. അടയ്ക്കാം. Let all the eyes be closed. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, One thing is sure. ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ആരും പോകരുത്. Nobody should go without a blessing. നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുക, Believe like this. യേശു നിന്റെ അടുത്ത് നിൽക്കുന്നു. Jesus is near you. ആ യേശുവിനെ നീ തൊടുന്നു. You are touching Jesus. യേശുവിന്റെ കരം നിന്റെ മേൽ വെക്കുന്നു. The hand of Jesus is on you. യേശു നിന്നെ സ്പർശിക്കുന്നു. Jesus is touching. ഒരു അത്ഭുത വിടുതൽ നിന്റെ മേൽ വ്യാപരിക്കുന്നു. A big miracle is happening in your life. കർത്താവ് നീയുമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് വരുന്നു. Come into your relationship with ഒരു Jesus. പുതിയ അനുഭവത്തിലേക്ക് A new experience. എല്ലാ ഹൃദയവും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Let all the hearts be given to Jesus. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. Jesus. ഞങ്ങളുടെ ഹൃദയം അറിയുന്ന ദൈവം, Abalabarabash. കർത്താവെ, ഞങ്ങൾ എങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളതല്ല, Rabakabash. ഞങ്ങൾ എന്തെല്ലാം പ്രസംഗിച്ചു എന്നുള്ളതല്ല, Rababababa. അത് ഏറ്റെടുത്തവരെ കർത്താവ് തൊട്ടു എന്നുള്ളതാണ് ഇതിന്റെ റിസൾട്ട്. Shibabababa. കർത്താവ് ഇത് റിസൾട്ട് ഓറിയന്റഡ് മീറ്റിംഗ് ആയിട്ട് ദൈവം മാറ്റുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, ഇന്ന് രാത്രി തന്നെ Sharababa. ശരീരത്തിലും മനസ്സിലും Shishkababa. അനുഭവിക്കുന്ന ചില അത്ഭുതങ്ങൾ Amandari. ദൈവം വെളിപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. Shoshorobaba. കർത്താവെ, ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ്, Amandara. ഞായറാഴ്ച രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പ്, Amandara. എന്റെ ദൈവം എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞുവെന്ന് ചില സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് പറയത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. Amen. ചില ടെലഫോൺ സന്ദേശങ്ങൾ വരും ദിവസങ്ങൾ വരുന്നു. Some അങ്ങ് telephone messages. ദൂരെ നടന്ന ചില അത്ഭുതങ്ങളുടെ മെസ്സേജ് കിട്ടാൻ പോകുന്നതിനാൽ സ്തോത്രം. Some messages happen far away. ഈ It's going to come. ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ When the ministry was happening here, അങ്ങ് ഇന്ത്യയിലും കേരളത്തിലും അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലും
ഇതിനോട് ബന്ധപ്പെട്ട് നടന്ന ചില അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്തി നമ്മളെ അറിയിക്കാൻ പോകുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. God is going to bring the message of some deliverances taking place all over America, Kerala and India. ഇനി ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളുടെ മക്കൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വന്നവർ വിളിച്ചു പറയാൻ പോകുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. Some of your children studying outside are going to call you and tell you some work of God has taken place. ഹല്ലേലൂയ. Hallelujah. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ സ്തോത്രം. Thank God. He is ഞങ്ങൾ doing it. വിശ്വസിക്കുന്നു. We believe. ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe. ഞങ്ങളുടെ കർത്താവ് എൽ ഷദായ്. Our Lord El Shaddai. ഞങ്ങളുടെ കർത്താവ് സർവശക്തൻ. Our God is omnipotent. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. Nothing difficult for you. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. Nothing difficult for you. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചയക്കുന്നു. Give ourselves to the Lord. കൃപയിൽ പുതിയണമേ. Yes. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടതുപോലെയുള്ള പ്രസംഗങ്ങൾ ഇനിയും കേൾക്കണമെന്നുള്ളവർ കരവന്ന് ഉയർത്തി പിടിച്ചാൽ. Those who want to listen to these kind of messages again, lift up your hands. എന്നാൽ സ്തോത്രം, But നമുക്ക് ലൈവായിട്ട് കേൾക്കാൻ നാളെ കഴിഞ്ഞ സമയമുണ്ട്. tomorrow and day after we can hear live. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അമേൻ 1,00,000 പേർ പങ്കെടുത്ത യോഗം മുതൽ Amen. അമേൻ 10,000 പങ്കെടുത്ത മീറ്റിങ്ങുകളുടെ ഒക്കെ DVD, അമേൻ VCD, CD. ഞാൻ എഴുതി അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ അമേൻ Hallelujah. ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളത് വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു CD-ക്ക് കൊടുക്കുന്ന 10, 15 അല്ല 20 എത്രയെങ്കിലും ഡോളർ അതൊരാത്മാവിനെ നേടുവാൻ വേണ്ടി ഉപയോഗിക്കും. Hallelujah. അമേൻ. Amen. ഞാൻ ഈ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കും. എൻ്റെ കൈവെള്ളയിലേക്ക് നോക്കുമ്പോൾ ഞാൻ വചനം പ്രസംഗിച്ചിട്ട് കാര്യം പറയാം. ഈ കയ്യിൽ കറ പുടരുവാൻ കർത്താവ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. Hallelujah. ദൈവം നൽകിയതെല്ലാം വിശ്വസ്തയോടെ കർത്താവിന് Stotram. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അമേൻ അതിൽ ഭാഗവാക്കാകണം. അമേൻ. എൻ്റെ വൈഫ് നിമി അമേൻ പ്ലീസ് ഒന്ന് എഴുതിട്ട് അമേൻ. That's my ഞങ്ങൾക്ക് wife, കർത്താവ് 2 കുഞ്ഞുങ്ങളെ തന്നു. God has given us 2 children. മൂത്ത മോൾ സ്നേഹ Sneha, the elder one. ചൈനയിൽ പഠിക്കുന്നു. She's in China. ഞങ്ങൾക്കൊരു മോനുണ്ട് We have a son, സന്തോഷ്. Sandosh. അവൻ 10th സ്റ്റാൻഡേർഡിൽ കേരളത്തിൽ പഠിക്കുന്നു. He's in class 10 in Kerala. 12 പേരടങ്ങുന്ന ഒരു ഗോസ്പൽ ടീം ഞങ്ങൾക്കുണ്ട്. We have a gospel team with 12 people. കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയുടെ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. The last 25 years we have been traveling all over the villages in India. ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ To know if this is true. ആമേൻ. നിങ്ങൾ അവധിക്ക് വരുമ്പോൾ When you come for a vacation, കപ്പയും പുട്ടുമൊക്കെ തിന്ന് അതിലേ നടക്കാതെ don't go here and there eating kappa and putta. എന്റെ നമ്പറിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം. Please give me a call. നിങ്ങൾക്ക് അനുഭവ സാക്ഷ്യം പറയാനും പ്രസംഗിക്കാനും ഒരു അവസരം ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല. If you want to come and testify, I will give you an ഒരു opportunity. മാസം അതിലൂടെ കറങ്ങി നടന്നിട്ട് Go around in for 1 month. പോകുന്നതിന്റെ തലേ ദിവസം എന്നെ വിളിക്കരുത്. Don't call me that day before you leave. വരുമ്പോഴേ വിളിക്കണം. Call as soon as you come. ഞാൻ ഫുൾ ടൈം ഗ്രൗണ്ടിലുണ്ടായിരിക്കും. I'm in the ground full time. ആമേൻ. Amen. കഴിഞ്ഞ 25 വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നു. The last so many years I'm doing it. നിങ്ങൾ ഞങ്ങളുടെ CD ഒക്കെ വാങ്ങിക്കൊണ്ട് പോവുക. Take the series. കർത്താവ് അനുഗ്രഹിക്കട്ടെ. May the Lord bless you. ഇപ്പൊ ദേവദാസ്